എല്ലാവരും ജനിപ്പിച്ചു. എന്നാൽ ക്രിസ്തുവേശുവിന്റെ തിരുപ്പിറവിയെ പറ്റി പറയുക, ആരും ജനിപ്പിച്ചതല്ല, അവിടുന്ന് ജനിച്ചതാണ്. എന്നാൽ യൂദായെ ജനിപ്പിച്ചതാണ്. അപ്പോൾ യൂദായെ ജനിപ്പിച്ചു. ഇത് യേശു ക്രിസ്തുവിന്റെ അർത്ഥ സഹോദരനാകുന്ന യൂദ എന്ന് പറഞ്ഞാൽ, നമ്മുടെ കർത്താവാകുന്ന ക്രിസ്തുവേശുവിനെ ആ അമ്മ മറിയം പ്രസവിച്ച അനന്തരം വീണ്ടും മക്കളെ പ്രസവിച്ചു. അമ്മയ്ക്ക് വീണ്ടും മക്കളുണ്ടായിരുന്നു. അല്ലാതെ നിത്യ കന്യകയൊന്നുമല്ല. അങ്ങനെ പഠിപ്പിക്കുന്ന പൊട്ടന്മാരൊത്തിരിയുണ്ട്. നിത്യകന്യകയല്ല, നല്ല അമ്മയാണ്, മാന്യമാതാവാണ്, ബഹുമാനിക്കപ്പെട്ടവളാണ്, ആദരിക്കപ്പെട്ടവളാണ്, അംഗീകരിക്കപ്പെട്ടതാണ്, നല്ല അമ്മയാ. പക്ഷേ അമ്മ നിത്യകന്യകയല്ല. വേറെ മക്കളെ പ്രസവിച്ചു. അമ്മയ്ക്ക് വേറെ മക്കളുണ്ടായിരുന്നു. തിരുവെടുത്തിൽ വാക്യങ്ങളൊക്കെ ഒത്തിരിയുണ്ട്. വേണമെങ്കിൽ ഒരു വാക്യം ഒന്ന് വായിച്ചു. വേറെ യേശുവിന് സഹോദരന്മാരുണ്ടായിരുന്നു, അമ്മയ്ക്ക് മക്കളുണ്ടായിരുന്നു. 6:3 മർക്കോസ്. വേറെ വാക്യങ്ങൾ ഒത്തിരി ഉണ്ടെങ്കിലും സന്ദർഭോചിതമായിട്ട് ഒന്ന് വായിച്ചു. ഇവൻ മറിയയുടെ മകനും യാക്കോബ്, യോസെ, യൂദ, ശിമോൻ എന്നിവരുടെ സഹോദരനുമായ തച്ചനല്ലയോ. കൊച്ചാക്കാൻ പറഞ്ഞ പ്രയോഗമാ തച്ചൻ എന്നൊക്കെ. അങ്ങനെ സൂക്കേടുള്ള ആൾക്കാരുണ്ട്. അന്നും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ട്. തച്ചനല്ലയോ എന്ന്. അതെ, ഈ വാക്യം വായിച്ചു കേട്ടല്ലോ, മനസ്സിലായല്ലോ. അപ്പോൾ നമ്മുടെ കർത്താവാകുന്ന ക്രിസ്തുവേശു കൂടാതെ ഈ അമ്മയ്ക്ക് മക്കൾ വേറെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് മറിയം നിത്യകന്യകയല്ല. അന്നയല്ല, മറിയത്തെയല്ല ആരാധിക്കേണ്ടത്. മറിയത്തിൽ കൂടി ഉരുവായി വന്ന യേശുവിനെ വേണം ആരാധിക്കാൻ. സ്തോത്രം. അതുകൊണ്ടാണല്ലോ പൊന്നും മൂരും കുന്തിരിക്കും എല്ലാം കൊണ്ടുവന്ന് അമ്മയും മോനും അടുത്തടുത്ത് കിടക്കുക. പക്ഷേ അതുകൊണ്ട് കാഴ്ച വെച്ച് വീണ് വണങ്ങി അവനെ നമസ്കരിച്ചെന്ന ആരാധനയ്ക്ക് യോഗ്യൻ കർത്താവാ. കുഞ്ഞാടെ, നീ യോഗ്യൻ, നീ മാത്രമാ യോഗ്യൻ. നീ ഞങ്ങളെ വീണ്ടെടുത്ത് വിലയ്ക്ക് വാങ്ങി രക്ഷിച്ചതിലേക്ക് ആരാധനയ്ക്കും സ്തുതിക്കും സ്തോത്രത്തിനും പുകഴ്ചയ്ക്കും ബഹുമാനത്തിനും മഹത്വത്തിനും എല്ലാം യോഗ്യൻ നീ മാത്രം. തൻ്റെ മഹത്വം ആർക്കും വിട്ടുകൊടുക്കത്തുമില്ല. യേശുക്രിസ്തുവിന്റെ അർത്ഥ സഹോദരനാകുന്ന യൂദ, ഈ യൂദയാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. തൂങ്ങിച്ചത്ത യൂദ അല്ലെന്ന് നിങ്ങൾക്കറിയാം. ആരേലും പിന്നെ അത് സംശയം ഉണ്ടെങ്കിൽ അതിനെ ക്ലിയർ ആക്കി തന്നത്. അപ്പോൾ യൂദ ഈ ലേഖനം എഴുതി. ഇനി എന്തിനാണ് ഈ ലേഖനം എഴുതിയത്? എഴുതാനുള്ള ഉദ്ദേശം നിങ്ങൾക്കറിയാം. രക്ഷ എന്ന വിഷയത്തെ പറ്റി എഴുതാനാ യൂദ തുനിഞ്ഞത്. രക്ഷ, പൊതുവിലുള്ള രക്ഷ. രക്ഷ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി രക്ഷയെ പറ്റി നന്നായിട്ട് എഴുതുവാൻ യൂദ ആഗ്രഹിച്ചു. എങ്കിലും എഴുത്താരംഭിച്ചപ്പോൾ യൂദയ്ക്ക് മനസ്സിലായി, രക്ഷ എന്ന വിഷയത്തെ പറ്റി എഴുതുന്നതിലും അത്യാവശ്യം ദുരുപദേശത്തിനെതിരെ ഖണ്ഡനം നടത്തണം. കാരണം ഈ എഴുത്ത് ആരംഭിച്ചപ്പോൾ ദുരുപദേഷ്ടക്കന്മാർ സഭയ്ക്കകത്ത് വന്നു, നുഴഞ്ഞു കയറി. വായിക്കാം 3-4 വാക്യം. യൂദ: പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെ കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെ കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി പരമേൽപ്പിച്ച വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അപക്വതരായ ചില മനുഷ്യരെ നുഴഞ്ഞു വന്നിരിക്കുന്നു. അവരുടെ ഈ ശിക്ഷാവധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. ദൈവത്തിന് മഹത്വം. അപ്പോൾ രക്ഷ എന്ന വിഷയത്തെ പറ്റി എഴുതാനായി യൂദ തുനിഞ്ഞത്. പൊതുവിലുള്ള രക്ഷ. സ്തോത്രം.
ഒരു കാര്യം പറയാം, ഇതൊക്കെ ഇന്നലെയൊക്കെ പറഞ്ഞിട്ടുള്ളതാ, നിങ്ങൾക്കറിയാമെങ്കിലും സുവിശേഷ യോഗമായതുകൊണ്ട് പറഞ്ഞേക്കോള്. ആമ രക്ഷപ്പെടാൻ ഒറ്റ മാർഗം, ഒറ്റ വഴി യേശു ക്രിസ്തു മാത്രം. മറ്റൊരുത്തനും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. 5 പൈസ മുടക്കണ്ട, അര കാശും മുടക്കണ്ട, ഹൃദയം കർത്താവിന് കൊടുക്കുക. യേശുവേ, ഞാനൊരു പാപിയാ, ഇന്ന് രാത്രി എന്നെ രക്ഷിക്കണം, എന്റെ പാപം മോചിച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കും. അവരെ ഇന്ന് രാത്രി യേശു രക്ഷിക്കും. നിന്റെ സ്ഥിതിയൊന്നും ദൈവത്തിന് വിഷയമല്ല, യേശുവിനെ ഉള്ളത്തിൽ ഏറ്റെടുക്കണം. അപ്പോൾ രക്ഷ എന്ന വിഷയത്തെ പറ്റി എഴുതാനായി യൂദാ തുനിഞ്ഞത്. എന്താണ് രക്ഷ? ആരാണ് രക്ഷിക്കപ്പെടേണ്ടത്? ആർക്കാണ് രക്ഷ ആവശ്യം? രക്ഷയുടെ ത്രികാല അനുഭവങ്ങൾ. രക്ഷ നഷ്ടപ്പെടുമോ? രക്ഷ നഷ്ടപ്പെടുകയില്ലയോ? അതൊക്കെ തർക്കമുള്ള വിഷയമാ. ഇപ്പൊ അതിവിടെ പറയുന്നില്ല. അപ്പൊ ചോദിക്കുക എന്നാണ്? വേണ്ട, കർത്താവ് വരാൻ താമസിച്ച അടുത്ത കൊല്ലം യോഗം നടത്തേണ്ടതാണ്. ഒരു കാര്യം പറയാം, നീ നേരും ചൊവ്വന് നിന്നില്ലേ? പണ്ട് ഇവനിങ്ങനെ ആത്മാവിൽ ജ്വലിച്ച് നിൽക്കുക, ഊണിന് കൊടുക്കണം, ഓടിച്ചെന്ന് പഴം മേടിക്കാൻ. ഇവനിങ്ങനെ മറുഭാഷ പറഞ്ഞ് നിൽക്കുക. അവൻ അവിടെ ചെന്ന് മറുഭാഷയിൽ അങ്ങ് നിൽക്കുക. അപ്പൊ കടക്കാരൻ ചോദിച്ചു എന്തുവാന്ന്. അവൻ പറഞ്ഞു പഴം. ഇവനെ അന്യഭാഷ പറഞ്ഞ് നിൽക്കുകയില്ലയോ, പഴം. അപ്പൊ കടക്കാരൻ ചോദിച്ചു പഴുത്തത് വേണോ, എവിടുന്ന് വേണം? അവൻ പറഞ്ഞ് അടിപ്പടല നോക്കി ഉരിയക്ഷസിയാന്ന്. അടിപ്പടല നോക്കി ജ്വലിച്ച് നിൽക്കുകയില്ലയോ. അപ്പൊ ഒരു കാര്യം ഇന്ന് രാത്രി പറയാം, നീ നേരും ചൊവ്വന് നിന്നില്ലെങ്കിൽ രക്ഷ നഷ്ടപ്പെടും. സ്തോത്രം. അപ്പൊ പൊതുവിലുള്ള രക്ഷ ഇത് എഴുതുവാനാണ് യൂദാ തുനിഞ്ഞത്. ആ രക്ഷയെ പറ്റി എഴുതുവാൻ ആഗ്രഹിച്ചു, എഴുത്തങ്ങോട്ട് ആരംഭിച്ചു. പക്ഷെ എഴുത്താരംഭിച്ചപ്പോൾ യൂദയ്ക്ക് ബോധ്യപ്പെട്ടു, രക്ഷ എന്ന വിഷയത്തെ പറ്റി എഴുതുന്നതിലും അത്യാവശ്യം ദുരുപദേശത്തിനെതിരെ ഖണ്ഡനം നടത്തണം. കാരണം ദുരുപദേശകന്മാർ സഭയ്ക്കകത്ത് നുഴഞ്ഞു വന്നു. അങ്ങനല്ലേ എഴുതിയേക്കാൻ? നുഴഞ്ഞു വന്നല്ലേ? വായിച്ചേ. നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമർക്ക് ഹേതുവായി പ്രിയരെ, നമ്മുടെ പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നം ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് പരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടുന്നതിന് പ്രബോധിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമ വൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. ഫലം കണ്ടോ പ്രിയരെ? നമുക്ക് പൊതുവിലുള്ള രക്ഷയെ കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി പരമേൽപ്പിച്ച വിശ്വാസം, നമ്മുടെ ഈ വിശ്വാസം ഉപദേശമൊക്കെ ഒരിക്കൽ പരമേൽപ്പിച്ചതാ. ആഴ്ചയിൽ മാറ്റുന്നതല്ല. സഭയുടെ നേതാവ് അമേരിക്കയിൽ പോയിച്ച് തിരിച്ചു വന്നപ്പോൾ ഉപദേശം മാറ്റി. അങ്ങനത്തെ ഉപദേശമല്ല ഇത്. പ്രസിഡന്റ് ലണ്ടനിലെല്ലാം നടന്നേച്ച് തിരിച്ചു വന്നപ്പോൾ ഉപദേശം തിരിച്ചു. അങ്ങനത്തെ ഉപദേശമല്ല ഇത്. നിന്റെ പരുവക്കേട് മാറി 10 പുത്തം കിട്ടിയപ്പോൾ മാറ്റുന്ന ഉപദേശമല്ല ഇത്. സ്തോത്രം. ഇത് ഒരിക്കലായി പരമേൽപ്പിച്ച വിശ്വാസവും ഒരിക്കലായിട്ട് ഏൽപ്പിച്ചു തന്ന വിശ്വാസവും ഉപദേശവുമാണ്. ആള് കൂടുമ്പം മാറ്റുന്നതല്ല ഉപദേശം. കാശ് കൂടുമ്പോൾ മാറ്റുന്നതല്ല ഉപദേശം. സ്തോത്രം. പണവും പ്രതാപവും പൊസിഷൻ വർദ്ധിക്കുമ്പോൾ മാറ്റുന്ന ഉപദേശമല്ല, വിശ്വാസമല്ല ഇത്. ഇത് ഒരിക്കലായി പരമേൽപ്പിച്ചതാണ്. കൊച്ചുങ്ങൾ പഠിക്കാൻ അമേരിക്കയിലും കാനഡയിലും ലണ്ടനിലും അവിടെ എവിടെയെല്ലാം പോയി പൊക്കോട്ടെ. ബാംഗ്ലൂരും ചെന്നൈയിലും ഒക്കെ പോയി, നല്ല കാര്യം, പൊക്കോട്ടെ, പഠിച്ചോട്ടെ, നന്നായിട്ട് പഠിക്കട്ടെ. അപ്പൊ അവിടെ കാണുന്ന കോപ്രായങ്ങളെല്ലാം കൂടെ കൊണ്ടുവന്ന് സഭയ്ക്കകത്ത് കയറ്റി സഭ ഉഴപ്പുന്ന നല്ല ഉപദേശം. സ്തോത്രം. ഇതൊരിക്കലായി പരമേൽപ്പിച്ചതാണ്. ഒന്നുകൂടെ വായിച്ചോ ദൈവദാസനെ, 3 മുതൽ വായിരും. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെ കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ പൊതുവിലുള്ള രക്ഷയെ കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് പരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസം, ഈ വിശ്വാസം ഒരിക്കൽ പരമേൽപ്പിച്ചതാണ്. ഇത് ആഴ്ച മാറ്റുന്നതല്ല, ആണ്ടോടാണ്ടക്ക് മാറ്റുന്നതല്ല, ഓരോ ജനറൽ കൺവെൻഷൻ കഴിയുമ്പോഴും വ്യത്യാസപ്പെടുത്തുന്നതല്ല. കഴിഞ്ഞ കൺവെൻഷൻ ഇങ്ങനെ അല്ലായിരുന്നല്ലോ, അത് ഞങ്ങൾ അത് കഴിഞ്ഞ് കമ്മിറ്റി കൂടിയപ്പോ ഒന്ന്
എല്ലാം വട്ടാ. എടാ, ഇത് ഓരോ കൺവെൻഷനും മാറ്റുന്ന ഉപദേശമല്ല, ഓരോ കൂട്ടായ്മയ്ക്കും മാറ്റുന്ന ഉപദേശമല്ല, ഓരോ യോഗങ്ങൾ കഴിയുമ്പോൾ മാറ്റുന്ന ഉപദേശമല്ല. ഇത് ഒരിക്കലായി പരമേൽപ്പിച്ച വിശ്വാസ ഉപദേശമാ. ഈ വിശ്വാസത്തിനും ഉപദേശത്തിനും വേണ്ടി അന്ത്യം വരെ പോരാടണം. ഈ കേസ് പാടിയ ഒരു പാട്ടുണ്ടല്ലോ, പോരുകൾ സഹിച്ചും വൈദികെ ജയിച്ചും പാരിതിൽ തിരുനാമം ഘോഷിപ്പാൻ പോരുകൾ സഹിച്ചും വൈരിയെ ജയിച്ചും പാരിതിൽ തിരുനാമം ചേരുവിനതിമോദം ഭിന്നത വെടിയാമുണ്ടാകാം. ഭിന്നത വെടിയാമുണ്ടാകാം. ഉന്നത ചിന്തയോടുണർന്നീടാം. മന്നവനെ നമുക്കെതിരേൽക്കാം. മന്നവനെ നമുക്കെതിരേൽക്കാം. യേശുവിൻ ജനമേ ഭയമെന്തിന്നകമേ ദേശവും കലങ്ങേണ്ട. ദാസരായി വസിച്ചിടാം. അപ്പൊ ശ്രദ്ധിക്കുക, ഇത് ഒരിക്കലായി പരമേൽപ്പിച്ച വിശ്വാസം. ഈ വിശ്വാസത്തിന് വേണ്ടി പോരാടണം. അപ്പോൾ ഓടിച്ചു മുമ്പോട്ട് പോകാം. പൊതുവിലുള്ള രക്ഷ, രക്ഷ എന്ന വിഷയത്തെ പറ്റി എഴുതാനാ യൂദാ തുനിഞ്ഞത്. എന്നാൽ എഴുത്താരംഭിച്ചപ്പോൾ മനസ്സിലായി, രക്ഷ എന്ന വിഷയത്തെ പറ്റി എഴുതുന്നതിലും അത്യാവശ്യം ദുരുപദേശത്തെ ഖണ്ഡിക്കണം, ശരിയായ ഉപദേശം സ്ഥാപിക്കണം. കാരണം ദുരുപദേശം പഠിപ്പിക്കുന്നവർ സഭയ്ക്കകത്ത് നുഴഞ്ഞു വന്നു. നേരെ വരികയല്ലോ, ദുരുപദേശക്കാര് നേർക്ക് നേരെ വരികയല്ല, നുഴഞ്ഞേ വരികയുള്ളൂ. ഒന്നേ വന്ന് പമ്മിയിരിക്കും, ഇല്ല ഇരുട്ടത്ത് വാഴയുടെ ഇടയിൽ പോയി ഇരിക്കും. ശരിയായിട്ടുള്ളവനാന്നെ ഫ്രണ്ടിൽ കയറി ഇരിക്കുകയല്ലേ. ഇവിടെ താമസിച്ചു വന്നവരും കസേര കിട്ടാതെ ഭാരപ്പെട്ട് നിൽക്കുന്നവരുടെ നിങ്ങളുടെ കാര്യം അല്ല ഈ പറയുന്നത്. പിന്നെ നിങ്ങൾ നേരത്തെ വന്നേച്ചവിടെ പമ്മി നിൽക്കാനേ നിന്റെ ഉദ്ദേശം നല്ലതുമല്ല. പമ്മി പുറകോട്ട് ഇങ്ങനെ വലിയുന്നുണ്ടെങ്കിൽ അത് ഈ കക്ഷികളാ. അപ്പോൾ നേരായ മാർഗത്ത് വരുന്നവര് നേരെ ഇഞ്ഞു വരും. നുഴഞ്ഞു വരുമ്പോൾ ഓർത്തോണം, ഗുണം പിടിപ്പിക്കാൻ വരുന്നതല്ല, നിന്നെ മുടിച്ച് മുണ്ടക്കോല തല്ലിക്കാൻ വരുന്നതാണ്. നുഴഞ്ഞു വരുന്നവരങ്ങനെ. പത്രത്തിൽ നമ്മൾ വായിക്കുമല്ലോ, പാകിസ്ഥാൻ ഭീകരരെ നുഴഞ്ഞു കയറി. ഗുണം പിടിപ്പിക്കാനല്ലേ പേപ്പർ. പലസ്തീൻ സേന നുഴഞ്ഞു കയറി. ഇന്ത്യയെ ഗുണം പിടിപ്പിക്കാനാ പാകിസ്ഥാൻകാർ വരുന്നെങ്കിൽ കമ്പിവേലിയുടെ ഇടയിൽ കൂടെ നുഴഞ്ഞു വരണോ? വേണ്ട. അത് ചുമതലപ്പെട്ടവർക്ക് അറിവ് കൊടുത്ത് അന്തസ്സായിട്ട് അതിൻ്റെ യൂണിഫോം ഒക്കെ ധരിച്ച് കാര്യങ്ങളെല്ലാം അറിയിച്ച് അതിന് നല്ല നിലയിൽ, എൻ്റെ ഭാഷ പറയും, ഇന്ത്യ ഗേറ്റ് കൂടെ മര്യാദയ്ക്ക് കയറി വന്ന് സല്യൂട്ടും സ്വീകരിച്ച് വരുന്നതല്ലേ അന്തസ്സ്. നീ ആ കമ്പിവേലിയുടെ ഇടയിൽ കൂടെ പമ്മി വരുമ്പോൾ ഓർത്തോണം, നീ ഇന്ത്യക്ക് ഗുണം വരുത്താൻ വരുന്നവനല്ല, മുടിച്ചു നശിപ്പിക്കാൻ വരുന്നവനാ. ഇതുപോലെ ആ സഭയ്ക്കകത്ത് നുഴഞ്ഞു വരുന്നത്. സഭയെ നന്നാക്കാൻ വരുന്നതല്ല, സഭയിലുള്ളവരെ ബലപ്പെടുത്താൻ വരുന്നതല്ല, ഇവരത് മുടിച്ച് പരുവക്കേടാക്കാൻ വരുന്നതാ. നുഴഞ്ഞ്. ഗലാത്യർ 2:4 അങ്ങനെയല്ലയോ പൗലോസ് പറഞ്ഞ നുഴഞ്ഞു വന്നെന്നല്ലേ വായിച്ച്? ഗലാത്യ ലേഖനം 2:4 അറിവുള്ള വാക്യമായെങ്കിലും വായിച്ചു. ഗലാത്യർ 2:4 പെട്ടെന്ന്. അതോ നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ നിമിത്തമായിരുന്നു അവർ നമ്മെ അടിമപ്പെടുത്ത സ്വാതന്ത്ര്യം ഉറ്റുനോക്കുവാൻ നുഴഞ്ഞു വന്നിരിക്കുന്നു. സുവിശേഷത്തിന്റെ സത്യം നിങ്ങളോട് കൂടെ. ശ്രദ്ധിച്ചേ, അതോ നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ നിമിത്തമായിരുന്നു. അവിടെ നുഴഞ്ഞു വന്നെന്നാ. അതോ നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ നിമിത്തമായിരുന്നു അവർ നമ്മെ അടിമപ്പെടുത്താതിരിക്കേണ്ടതിന് ക്രിസ്തുയേശുവിൽ നമുക്കുള്ള സ്വാതന്ത്ര്യം ഒറ്റുനോക്കുവാൻ നുഴഞ്ഞു വന്നിരിക്കുന്നു. അപ്പോൾ ദുരുപദേശം പഠിപ്പിക്കുന്നവർ നുഴഞ്ഞാ വരുന്നത്. ഇങ്ങനെ ദുരുപദേശം പഠിപ്പിക്കുന്നവർ സഭയ്ക്കകത്ത് നുഴഞ്ഞു വരുമ്പോൾ സഭ എങ്ങനെ ആയിരിക്കണം ഇടപെടേണ്ടത്? ഇവര് വന്ന് ദുരുപദേശം പഠിപ്പിക്കും. ഉന്തുകയും തള്ളുകയും വീടുകയും ഉരുട്ടിക്കൊണ്ട് നടക്കുകയും അപ്പിടി ഇപ്പിടിയൊക്കെ പറഞ്ഞ് ആൾക്കാരെ ഇളക്കും. ചുമ്മാ നിൽക്കുന്നത് അങ്കമ്മ താണ്ട പൊത്തോന്ന് തറയെ വീണേക്കുന്നു. ചെല്ല് വീഴാൻ തന്നെ വരുന്ന ആൾക്കാരുണ്ട്. എനിക്ക് അവിടെ ചെന്ന് വേണമെന്ന് വീഴാൻ. നിനക്ക് വീട്ടിൽ കട്ടിലുണ്ട്, ദിവാങ്കോട്ട് കിടപ്പുണ്ട്,
ആ മെത്തക്കെട്ടിലെ വീണാ പോരെ, ഈ ഗ്രൗണ്ടിൽ വന്ന് പൊത്തോന്നും പറഞ്ഞ് അല്ല, എന്തോ അക്രമമാണ് അവർക്ക്. അവള് പൊത്തോന്ന് വീണ് അവൻ കാറെ കയറി പോവുകയും ചെയ്തു. മാപ്പിളെ അവിടെ കൂടിന്റെ കുടുംബിക്കും പിടിച്ച് നിൽക്കുക, ഇവള് വരാതെ പോകാൻ നോക്കുകയല്ല. ഉരുട്ടിയിട്ട് അവൻ കാറെ കയറി പോയി. മാട്ടായതിന് ഇങ്ങനെയുള്ള ദുരുപദേശം പഠിപ്പിക്കുന്നവർ വരുമെന്ന് അങ്ങ് ഛർദിപ്പിക്കുക. പുല്ലാട്ടുണ്ടായിരുന്നു, പേര് ഞാൻ പറയുന്നില്ല, മോശമാണ്. പ്രാർത്ഥിക്കാൻ ചെല്ലുന്നവരെല്ലാം എണ്ണ പ്രാർത്ഥിച്ച് കുടിപ്പിക്കുക. പെണ്ണുങ്ങളെല്ലാം ഏടിന് വരും. എന്നെ വട്ടാന്നാ ഇതിനല്ല. കാര്യം കണ്ടിട്ടുണ്ടോ? അറിയാമോ കക്ഷിയെ? ആ മേപ്പനാലുണ്ടായിരുന്നൊരു ലളിതമ്മ, പുള്ളിക്കാരി. ഞാനന്ന് ഇവിടെ ചെന്നു, പുള്ളിക്കാരൻ പറഞ്ഞു എനിക്കും ഛർദ്ദിക്കണമെന്ന്. കാരണം ഛർദ്ദിച്ചാ വിടുതല. ഇവർക്ക് ഛർദ്ദിക്കാൻ തോന്നുന്നില്ല, എന്നാലും പറഞ്ഞു എനിക്ക് ഛർദ്ദിക്കണമെന്ന്. എണ്ണ തരാൻ അയാളാണ് 3-4 പാട്ട് എണ്ണയായിട്ടിരിക്കുക. വരുന്നവർക്കല്ല, പെണ്ണുങ്ങളെല്ലാം കൂടെ എണ്ണ മേടിച്ച കുടിച്ചു നടുവിൽ വെളിയിലോട്ടിറങ്ങി ഓടിനപ്പുറം 2 പുള്ളി വരുന്ന വിടുതൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൊള്ളാം. എന്നതാന്നോ ഈ പേക്കൂത്തെല്ലാം? ഉപ്പ് പ്രാർത്ഥിച്ചു കൊടുക്കുന്ന ആൾക്കാരുണ്ട്, ഉണ്ടുണ്ട്. തകിട് മാത്രം എടുക്കുന്ന വിദ്വാന്മാര്, പുള്ളി തകിടിന്റെ സ്പെഷ്യലിസ്റ്റാ. ഒരുത്തന്റെ പേരിട്ടിട്ടുണ്ട് തകിട് തോമ. ഇങ്ങനെ ഒത്തിരി ഉണ്ടെന്ന്. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. സ്തോത്രം. പിന്നെ വേറെ ഒത്തിരി ഉണ്ട്, ദുരുപദേശങ്ങൾ ഒത്തിരി ഉണ്ടല്ലോ. സ്നാനപ്പെട്ടില്ലെങ്കിൽ കർമ്മേശ കൊടുക്കാം. പിന്നെ സങ്കീർത്തനം വായിക്കരുത്, പഴയ നിയമം പ്രസംഗിക്കരുത്, ഇതൊക്കെ ദുരുപദേശത്തിന്റെ ഭാഗമാണ്. ഒത്തിരി ഉണ്ട് കക്ഷികൾ. സ്തോത്രം. യേശുക്രിസ്തു ക്രൂശിൽ പരാജയമായിരുന്നെന്ന്. ഏതേലും ഊളന്മാരുടെ ചെന്ന് എന്തേലും ഊളത്തരം കേട്ടോണ്ട് നീ അതുകൊണ്ട് നുഴഞ്ഞു കയറി ഇതിനകത്ത് ബെതറരുതെന്നായി പറഞ്ഞത്. ഇപ്പം ചെല്ലി പറയുന്നുണ്ട് തലേ തുണിയിടണമെന്ന് ഇവിടെ പ്രമാണം. തലേ തുണിയിടണമെന്ന് പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുമ്പോ തുണി ഇട്ടാ പോരെ? പാടുമ്പോ തുണിയിടണമെന്ന്, പാടുമ്പോ തുണി ഉടുക്കണമെന്ന് ഇവിടെ പ്രമാണം ഉണ്ടോ? നീ പാടുമ്പോ തുണി ഉടുക്കണം. എവിടെ ഒരു വാക്യം കാണിച്ചു തരാവും? കണ്ടിട്ടുണ്ടോ അമ്മ? പ്രാർത്ഥിക്കുമ്പോ തലേ തുണി ഇടണമെന്നുണ്ട്. പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുക, തലയിലിടണമെന്ന് ദേഹത്തിടണമെന്ന് വാക്യമുണ്ടോ? പറ. പിന്നെ എന്തിനാ ഇടുന്നേ? ഇത് ലജ്ജാശീലത്തോടും സുബോധത്തോടും യോഗ്യമായിട്ടുമായിരിക്കണം. ഇതൊക്കെയാ ഇതിനകത്ത് ഉപദേശങ്ങള്. അല്ല, ഇതെല്ലാം കൂടെ അടിച്ചു പെരുക്കുമ്പം സമനില തെറ്റിയച്ചു അലറുന്നതല്ല. ഓടിവായൂന്ന് വിളിക്കുകയല്ലേ. ഇതിന്റെ ഉപദേശങ്ങൾ ഇതാന്ന്. പക്ഷെ നീ അവിടെ ഇരിക്കുന്ന എന്തുവാ കിടന്ന അവിടെ ഇരിക്കും. അപ്പൊ ഇത് ഉപദേശം, ഇതാ. ഇത് ഒരിക്കലായി ഫലമേൽപ്പിച്ചതാ. അത് അവിടെ നിന്നാൽ അങ്ങ് നിൽക്കും. ഇങ്ങനെയുള്ള ദുരുപദേശവും ദുരുപദേശക്കന്മാര് സഭയ്ക്കകത്ത് വരുമ്പോൾ സഭ എങ്ങനെ ഇടപെടണമെന്ന് അടുത്ത വാക്യം വായിച്ചേ. വായിര്. നിങ്ങളോ സകലവും. അല്ലല്ല, ഗലാത്യ ലേഖനം 2:4 മുമ്പേ വായിച്ചത്. അതങ്ങോട്ട് വായിച്ചേ. അതോ നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ നിമിത്തമായിരുന്നു അവർ നമ്മെ അടിമപ്പെടുത്തേണ്ടതിന് ക്രിസ്തുവേശുവിൽ നമുക്കുള്ള സ്വാതന്ത്ര്യം ഒറ്റ നോക്കുവാൻ നുഴഞ്ഞു വന്നിരിക്കുന്നു. അടുത്ത വാക്യം. സുവിശേഷത്തിന്റെ സത്യം നിങ്ങളോട് കൂടെ നിലനിൽക്കേണ്ടതിന് ഞങ്ങൾ അപ്പോസ്തലന്മാരുടെ കാര്യമാണ് പറയുന്നത്. ഞങ്ങൾ എഴുതിയ പൗലോസും ശേഷമുള്ള അപ്പോസ്തലന്മാരും എന്ന് സാരം. ഞങ്ങൾ ബഹുവചനമാ.
ഞങ്ങൾ സുവിശേഷത്തിന്റെ സത്യം, ഇത് സത്യമാണ്, ഈ സത്യവചനത്തിൽ നിലനിൽക്കണം, സത്യം നിലനിൽക്കണം, ഇതിനകത്ത് ആമൻ വേറൊന്നും കേറരുത്. ഈ സത്യം നിങ്ങളോടുകൂടെ നിലനിൽക്കേണ്ടതിന് ഞങ്ങൾ അവർക്ക് ആർക്ക്? ഈ നുഴഞ്ഞു വന്നവർക്ക്. ഞങ്ങൾ അപ്പോസ്തലന്മാരാകുന്ന ഞങ്ങൾ എന്ന് പറഞ്ഞാൽ അപ്പോസ്തലിക ഉപദേശത്തിൽ നിൽക്കുന്ന ഞങ്ങൾ എന്ന് പറഞ്ഞാൽ വചനത്തിന്റെ പ്രമാണത്തിൽ നിൽക്കുന്ന ഞങ്ങൾ, അവർക്ക് ഒരു നാഴിക പോലും വഴങ്ങിക്കൊടുത്തില്ലെന്നാ. ഇങ്ങനെയുള്ള ദുരുപദേശക്കന്മാരും വിപരീത ഉപദേശവും പാച്ചന്റെ ഉപദേശക്കാർ സഭയ്ക്കകത്ത് പമ്മിയോ പരിങ്ങിയോ നുഴഞ്ഞോ ഒളിഞ്ഞോ തെളിഞ്ഞോ ഒക്കെ വരുമ്പോൾ അങ്ങനെയുള്ളവർക്ക് നീ ഒരു നാഴിക പോലും വഴങ്ങിക്കൊടുക്കരുത്. അന്നേരം അവനെ വിളിച്ച് നമ്മൾ 3 ദിവസത്തെ ക്രൂസൈഡ് വെക്കുക. അല്ല, ഇപ്പം നിങ്ങൾ നമ്മുടെ യോഗങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഉപദേശ ഐക്യമുള്ളവരെ വിളിക്കത്തില്ലല്ലോ. 1-ാം ദിവസം വന്ന പുള്ളി പറഞ്ഞു കമ്മലും മാല ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല. 2-ാം ദിവസം വന്ന പുള്ളി പറഞ്ഞു ഒരു കാരണവശാലും ഇടരുത്. 3-ാം ദിവസം വന്ന പുള്ളി പറഞ്ഞു ഇടേണ്ടവർക്ക് ഇടാം, ഇടാത്തവർക്ക്. വന്ന ജനം മുഴുവൻ കുഴഞ്ഞു പോവുക. ഇതല്ലേ ഇപ്പം നടക്കുന്നേ. 1-ാം ദിവസം വന്ന പുള്ളി പറഞ്ഞ് രക്ഷ നഷ്ടപ്പെടുകയല്ല. 2-ാം ദിവസം വന്ന പുള്ളി പറഞ്ഞ് രക്ഷ നഷ്ടപ്പെടും. 3-ാം ദിവസം വന്ന് പറഞ്ഞ് അങ്ങനെ നഷ്ടപ്പെടുകയും എടുക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും രക്ഷയാന്ന് പറഞ്ഞു. ഉപദേശിക്കമില്ലല്ലോ. ഞാൻ ഇടയ്ക്ക് കയറി എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇതൊരിക്കലായി പരിമേൽപ്പിച്ച ഉപദേശവും വിശ്വാസമാണ്. ദൈവത്തിന് മഹത്വം. അതെ, അപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ളവർക്ക് ഒരു നാഴിക പോലും ഞങ്ങള് വഴങ്ങിക്കൊടുക്കരുത്. നീ പഠിച്ച ഉപദേശത്തിൽ ഉറച്ചു നിൽക്കണം. കൂടെ ആളൊന്നും കാണുകയല്ലേ, സഹായിക്കാനൊന്നും കാണുകയല്ല, ഒറ്റപ്പെടേണ്ടി വരും. പക്ഷെ കർത്താവ് അതെ ഓടിച്ചു മുമ്പോട്ട് പോകും. അപ്പോൾ രക്ഷ, പൊതുവിലുള്ള രക്ഷ എന്ന വിഷയം എഴുതാൻ തുനിഞ്ഞെങ്കിലും രക്ഷ എന്ന വിഷയത്തിന്റെ എടുത്തു നിർത്തി സ്തോത്രം യൂദ ദുരുപദേശത്തിനെതിരെ ഖണ്ഡനം നടത്തിയ ലേഖനം എഴുതിയിരിക്കുന്നത്. അതെ, ഈ ലേഖനത്തിലെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്, സൂക്ഷിക്കുക. അതാണ് ഇതിലെ പ്രധാന ഒരു വിഷയം. സൂക്ഷിച്ചോണം. 1-ാം വാക്യോ 6-ാം വാക്യോ 21-ാം വാക്യോ 20 പിന്നെ യൂദാ അല്ലയോ കൂടെ യൂദാ, യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദായോട് വലിയ താല്പര്യം ഇല്ലെന്ന് തോന്നുന്നു. ഒന്നുകൂടെ വായിച്ചു 1-ാം വാക്യം. യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായ വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നു. അപ്പോൾ ഒന്നാമത് സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ക്രിസ്തുവേശുവിനായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധന്മാർ. സ്തോത്രം. യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടവരായി ഇന്ന് രാത്രി ഇവിടെ കൂടപ്പെട്ടവർ. ആർക്കാലും ഈ പദവി ലഭിച്ചില്ലെങ്കിൽ ഇന്ന് രാത്രി ഈ പന്തലും പരിസരവും വിട്ടുപോകുമ്പോൾ ആ പദവിയുമായിട്ട് തിരിച്ചു പോകാവൂ. യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നവർ എല്ലാം വിവരിക്കുന്നില്ല. അപ്പൊ ക്രിസ്തുവേശുവിനായി സൂക്ഷിക്കപ്പെട്ടവർ. രണ്ടാമത് സൂക്ഷിക്കുന്നത് 6-ാം വാക്യം. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ഞങ്ങളെകിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. അപ്പൊ വാഴ്ച കാത്തുകൊള്ളാതെ പോയ ദൂതന്മാരെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. എന്തിന്? ന്യായവിധിക്കായി. ഇനി 21-ാം വാക്യം. നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുക. തന്നെത്താൻ സൂക്ഷിക്കുന്നവരുടെ കാര്യം നമുക്ക് ഈ തന്നെത്താൻ സൂക്ഷിക്കാൻ താല്പര്യം. അപ്പുറത്തെ കാര്യമാണ് നമ്മൾ സൂക്ഷിക്കുന്നത്. അടുത്തിരിക്കുന്നവനെ സൂക്ഷിക്കുക. അവനെ സൂക്ഷിക്കുക. അവനെങ്ങോട്ട് പോകുന്നു, എന്തോ ചെയ്യുന്നു, എവിടെ പോകുന്നു, അപ്പുറത്തെ വീട്ടിൽ ആരാ വന്ന കാറാന്ന് തോന്നുന്നു. തള്ളക്ക് കണ്ണും കടയൊന്നും കാണാൻ മേല, എന്നാലും എന്ത് അത്യാവശ്യമാണെന്നറിഞ്ഞില്ലേ, ചുമന്ന കാറാന്ന. നമ്മളെ തന്നെ സൂക്ഷിക്കണം. സ്തോത്രം. പൗലോസ് വേറൊരു ഭാഗത്ത് പറഞ്ഞത് നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിച്ചോണം. സ്തോത്രം.
അതെ, ഇവിടെ സൂക്ഷിക്കുക എന്നുള്ളതാ പ്രധാന വിഷയം. അപ്പോൾ നാം നമ്മെ തന്നെ സൂക്ഷിക്കണം. അതാണ് 21-ാം വാക്യം. അപ്പോൾ 1, യേശുക്രിസ്തുവിനായി സൂക്ഷിച്ചവര്; 2, ന്യായവിധിക്കായിട്ട് ദൂതന്മാരെ, പാപം ചെയ്ത ദൂതന്മാരെ സൂക്ഷിച്ചു; 3, നാം നമ്മെ തന്നെ സൂക്ഷിച്ചോണം. ഇങ്ങനെയൊക്കെ സൂക്ഷിച്ച് നാം നിന്നാൽ നമ്മെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. 24-ാം വാക്യം: വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ചു, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ ഈ വിധത്തിൽ നാം നമ്മെ സൂക്ഷിച്ചാൽ, നിങ്ങളെ തന്നെ സൂക്ഷിച്ചാൽ, സൂക്ഷിച്ച് ജീവിച്ചാൽ, ഉപദേശത്തെ സൂക്ഷിച്ചാൽ, പ്രമാണത്തെ സൂക്ഷിച്ചാൽ, വിശ്വാസത്തെ സൂക്ഷിച്ചാൽ, അപ്പോസ്തലിക ഉപദേശത്തെ സൂക്ഷിച്ചാൽ, നിന്നെ തന്നെ സൂക്ഷിച്ചാൽ, വചനത്തെ സൂക്ഷിച്ചാൽ, ഉപദേശത്തെ സൂക്ഷിച്ചാൽ, ഈ വിധത്തിൽ സൂക്ഷ്മതയോട് സൂക്ഷിച്ച് നിന്നാൽ നിന്നെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. വീഴാതെ നിൽക്കുവാൻ നീ കൃപ ചെയ്യണേ എന്നാത്മനായകനെ. ഈ മരുവാസം തുടർന്നിടുവാൻ വീഴാതെ നിൽക്കുവാൻ നീ കൃപ എന്നാത്മനായകനെ. ഈ യോർദാൻ കടന്നാൽ ഭാഗ്യകനാനിൽ, യോർദാൻ കടന്നാൽ ഭാഗ്യകനാനിൽ മോദമോടെന്നും വസിക്കും യുഗയുഗ, മോദമോടെന്നും വസിക്കും യുഗയുഗം. വീഴാതെ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. സ്തോത്രം. അപ്പോൾ ഈ വിധത്തിൽ നാം നമ്മെ തന്നെ സൂക്ഷിച്ചാൽ വീഴാതെ വണ്ണം നമ്മളെ സൂക്ഷിക്കുന്ന ഒരു ദൈവ സ്വർഗത്തിലുണ്ട്. അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട വിഷയം സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഇനി മുമ്പേ ഓർപ്പിച്ചല്ലോ, ഈ ലേഖനത്തിൽ അമ്മാമ്മയുടെ പേരെന്തുവാ? അങ്ങ് പറ. സാലിമാമ ആൻസർ ആദ്യം പറഞ്ഞു. അപ്പോൾ ഈ ലേഖനത്തിൽ 25 വാക്യങ്ങളേ ഉള്ളൂ. ശ്രദ്ധിക്കുക, 25 വാക്യങ്ങളെ ഉള്ളൂ എങ്കിലും സകല വിഷയങ്ങളും ഈ ലേഖനത്തിലുണ്ട്. മുഴുവൻ വിഷയങ്ങളും എന്ന് പറഞ്ഞാൽ, ഞാൻ ഇങ്ങനെ പറയാനുണ്ട്, 25 വാക്യമേ ഉള്ളെങ്കിലും എല്ലാ കാര്യങ്ങളും ഈ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുക 25 വാക്യത്തിനകത്ത്. എന്ന് പറഞ്ഞാൽ മനുഷ്യ സൃഷ്ടിക്ക് മുമ്പുള്ള വിഷയം മുതലാണ് ഈ ലേഖനത്തിൽ കൊടുത്തിരിക്കുന്നത്. 25 വാക്യമുള്ളെങ്കിൽ ഇതുപോലെ ഈടുറ്റൊരു ലേഖനം വേറെ ഇല്ലെന്നുള്ളതാ വാദം. മനുഷ്യ സൃഷ്ടിക്ക് മുൻപുള്ള വിഷയം മുതലാണ് യൂദാ ലേഖനത്തിൽ തുടങ്ങിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൂതലോകത്തെ വിഷയം മുതൽ യൂദ ഈ ലേഖനത്തിൽ തുടങ്ങിയിരിക്കുക. മുമ്പേ വായിച്ച വാക്യം 6-ാം വാക്യം വായിച്ച് ദൂതലോകത്തെ വിഷയം മുതലാ. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ. അപ്പോൾ വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരുടെ വിഷയം മുതലാണ് യൂദാ ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സ്ഥാനഭ്രംശം സംഭവിച്ച ദൂതലോകത്തെ വിഷയം മുതൽ യൂദാ ലേഖനത്തിൽ തുടങ്ങിയിരിക്കുക. ചെറിയ ലേഖനമാണോ? സ്തോത്രം. അപ്പോൾ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാർ, ഇത് തർക്കമുള്ളൊരു വാക്യമാണ്. 6-ാം വാക്യം, വേറെ പഠിതാക്കളുടെ ഇടയിൽ ഈ ദൂതന്മാരാരാണെന്ന് തർക്കമുണ്ട് ചിലർക്ക്. ഉൽപ്പത്തി 6-ഉം യെശയ്യാ 14-ഉം യെഹെസ്കേൽ 28-ഉം യൂദാ 4-ഉം പത്രോസിന്റെ ലേഖനത്തിലെ വാക്യവും എല്ലാം കൂടെ ചേർത്ത് തർക്കങ്ങളൊക്കെ നല്ല കൊടുമ്പിരി കൊണ്ട് നടക്കും. ഞാനന്ന് തർക്കിക്കുകയല്ല. അതിന് പല കാര്യമുണ്ട്. ഒന്ന്, എനിക്കറിയത്തില്ലല്ലോ. അറിയാൻ മേലാത്ത ഞാൻ തർക്കത്തിന് പോയാൽ എന്നെ എടുത്ത് ഇണ്ടനടിക്കുകയല്ലേ. അപ്പൊ അതിന് കഴിവുള്ളവരും അറിവുള്ളവരുണ്ട്. അങ്ങനെ ആർക്കെങ്കിലും എന്നോട് തർക്കിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ വരത്തില്ല, ഞാൻ അവരുടെ പേര് പറഞ്ഞു തരാം. നീ പെട്ടെന്ന് 80 അങ്ങോട്ട് പോക്കോണം.
എന്നെയോട്ട് കിട്ടുകയില്ല. അപ്പോൾ ഇത് തർക്കമുള്ള വാക്യമാണ്. ഈ ദൂതന്മാരാരാണെന്ന തർക്കം. ചിലര് പറയുന്നത് ഇത് യെഹെസ്കേൽ പ്രവചനം 28-ാം അധ്യായത്തിൽ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞ ദൂതന്മാരുണ്ട്. യെശയ്യാ 14 കൂടെ ചേർത്ത് വെട്ടുകൊണ്ടുപോകുന്ന കക്ഷികള്. അങ്ങനല്ലയോ യെഹെസ്കേൽ 28-ന്റെ 16 മുതലുള്ള വാക്യം വായിച്ചാട്ടെ. നീ മാതൃകാമുദ്രയായിരുന്നു, നീ ദൈവത്തിന്റെ തോട്ടമാകുന്ന ഏദനിലായിരുന്നു. വായിച്ചേ. നിന്റെ വ്യാപാരത്തിന്റെ പെരുപ്പം ആ നിമിത്തം കണ്ണിക തുടങ്ങുന്നത് പോലെ വായിച്ചേ. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ. ആ കണ്ണിക തുടങ്ങുന്ന അതാണോ? സോർ രാജാവിനെ കുറിച്ച് യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ, ആ മനുഷ്യപുത്ര, നീ സോർ രാജാവിനെ കുറിച്ച് ഒരു വിലാപം തുടങ്ങി അവനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ മാതൃകാ മുദ്രയാകുന്നു, നീ ദൈവത്തിന്റെ തോട്ടമാകുന്ന ഏദനിലായിരുന്നു. പിന്നെ നീ ജ്ഞാനസമ്പൂർണനും സൗന്ദര്യസമ്പൂർണനുമായിരുന്നു. പിന്നെ നീ ദൈവത്തിന്റെ തോട്ടമായി ഏദനിലായിരുന്നു. താമ്രമണി, പീതരത്നം, വജ്രം, പുഷ്പരാഗം, ഗോമേദകം, സൂര്യകാന്തം, നീലക്കല്ല്, മാണിക്യം, മരതകം മുതലായ സകല രത്നങ്ങളും നിന്നെ മൂടിയിരിക്കുന്നു. പിന്നെ നിന്നെ തീർത്ത നാളിൽ നിന്നിലുള്ള തടങ്ങളുടെയും കൂടുകളുടെയും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു. നീ ചിറക് വിടർത്തി മറയ്ക്കുന്ന കെരൂബായിരുന്നു. പിന്നെ ഞാൻ നിന്നെ വിശുദ്ധ ദൈവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു. അവിടെ നിന്നെ ഇരുത്തിയിരുന്നത്. നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ സഞ്ചരിച്ചു പോന്നു. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിന്നിൽ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. പിന്നെ നിന്റെ വ്യാപാരത്തിന്റെ പെരുപ്പം നിമിത്തം നിന്റെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞു. പിന്നെ പാപം ചെയ്തു, അതുകൊണ്ട് ഞാൻ നിന്നെ അശുദ്ധൻ എന്ന് എണ്ണി ദൈവപർവ്വത്തിൽ നിന്നും തള്ളിക്കളഞ്ഞു. അപ്പൊ ഈ ദൂതന്മാരാണെന്ന ചിലരുടെ വാദം. അല്ല, വാഴ്ച കാത്തുകൊള്ളാതെ പോന്ന ദൂതന്മാരാണ് ഒരു വിഭാഗം. എന്നാൽ മറുവിഭാഗം വാദിക്കുന്നത് ആദിമ മാതാപിതാക്കളാകുന്ന ആദമനെയും ഹവ്വായെയും തോട്ടത്തിലാക്കി. തോട്ടത്തിൽ വേല ചെയ്യണം, തോട്ടം കാക്കണം, കാത്തില്ല, വേല നല്ല രീതിയിൽ ചെയ്ത് കാണുക. അതുകൊണ്ട് തോട്ടത്തിൽ പാമ്പ് ചെയ്യിപ്പിച്ചു. ഒടുവിൽ വെയിലറിയപ്പോൾ പതിപോലെ ദൈവം തമ്പുരാൻ വന്നപ്പോൾ ആദമും ഹവ്വയും ഒളിച്ചു. ദൈവം ഇവരെ വിളിച്ചു, ഒടുവിൽ കണ്ടുപിടിച്ചു, കാര്യമൊക്കെ പറഞ്ഞ് ഒടുവിൽ ഇവരെ തോട്ടത്തിന് വെളിയിലാക്കി. ആ മിന്നുന്ന ജ്വാലയുള്ള വാളുമായി കെറൂബുകളെ അവിടെ അവൻ കാവലേർപ്പെടുത്തി. തിരിച്ച് അപ്പനും അമ്മയും തിരിച്ചു കയറി ജീവവൃക്ഷത്തിന്റെ പറിച്ച് തിന്നരുത്. തള്ള ചിന്തിക്കും, മുമ്പേ പാമ്പ് വന്നാൽ ഇനി ഞാൻ തന്നെ പറിച്ച് തിന്നുമെന്നും പറഞ്ഞ് തള്ള കയറും. പിന്നെ അറിയാന്ന് നടന്നു പോകുമ്പോഴാണെന്നില്ല അപ്പുറത്ത് അവരുടെ തെങ്ങന്നൊരു തേങ്ങ വീണ അന്നേരം അത് പിന്നെ വേലിയുടെ ഇടയിൽ കൂടെ അല്ലയോ വിറകമ്പ്, ഒന്നും അറിയാൻ മേല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ദൂതന്മാരെ കെറൂബുകളെ അവിടെ കാവലേർപ്പെടുത്തി. ഇവരെ തോട്ടത്തിന് വെളിയിലാക്കി. അങ്ങനെ ഇവരെ മുൻപോട്ട് യാത്ര ചെയ്തു. എന്നാൽ ഈ തോട്ടത്തിന്റെ വാതിക്കൽ കാവൽ നിന്ന ദൂതന്മാർ കെറൂബുകള് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ വേദപഠിതാക്കളെ ചിലർ പറയുന്നത് ഉണ്ടല്ലോ തർക്കം നടക്കുന്ന വിഷയം ഈ ദൂതന്മാരാണെന്ന്. അവിടെ നിൽക്കാത്ത ദൂതന്മാർ അവിടുന്ന് മാറി ഇവിടെ വന്ന് പുത്രിമാരുമായിട്ട് ഇടപെട്ടെന്നൊക്കെയാ ഒരു വിഭാഗത്തിന്റെ വാദം. എന്തുമാകട്ടെ, നമ്മുടെ വിഷയം ഇപ്പൊ അതല്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള ദൂതന്മാരെ ദൈവം പിടിച്ചു കെട്ടി ബന്ധിച്ചു. അതാണ് യൂദ പറയുന്നത്, വാസസ്ഥലം കാത്തുകൊള്ളാതെ പോകുന്ന ദൂതന്മാർ. 6-ാം വാക്യമായിരുന്നു ഒന്നുകൂടെ. ആറാം വാക്യം. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ, തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ വാഴ്ച കാത്തുകൊള്ളാതെ പോകുന്ന ദൂതന്മാർ, ഈ ദൂതന്മാർ അവിടുന്ന് മാറുകയെന്ന. അപ്പൊ ഇവരെ പാപം ചെയ്തപ്പോൾ പിടിച്ചു കെട്ടി അന്ധകാരത്തിന്റെ ചങ്ങലയിട്ട് ദൈവം ബന്ധിച്ചു. എന്തിനാന്ന് വെച്ചാൽ ന്യായവിധിക്കായിട്ട് ഇവരെ ബന്ധിച്ചു വെച്ചിരിക്കുക. ഈ ദൈവത്തിന്റെ ആയുധപ്പുരയിൽ പല ആയുധങ്ങളുണ്ട്. ഇവരെ ബന്ധിച്ചത്
അന്ധകാരച്ചങ്ങല കൊണ്ടാണ്. ഈ അന്ധകാരച്ചങ്ങല കൊണ്ട് ബന്ധിച്ചാൽ രണ്ട് കാര്യമാണ് പ്രധാനമായിട്ട് നടക്കുന്നത്. ഒന്ന്, അനങ്ങാനും ഒക്കത്തില്ല. രണ്ട്, അടുത്തിരിക്കുന്നവനെ കാണാനും പറ്റത്തില്ല. 10:22 തോന്നുന്നു പുറപ്പാട്. തെറ്റിയെങ്കിൽ എനിക്കത് ക്ലിയർ ആക്കി വായിച്ചു തരികയും ചെയ്യണം. 10:22 ആദ്യം ഒന്ന് വായിച്ച അതാണോ എന്നൊരു ചെറിയ ഡൗട്ട് ഉണ്ട്, എങ്കിലും ഒന്ന് വായിച്ചു നോക്കിക്കേ. മോശെ തന്റെ കൈ, അത് തന്നെ, തെറ്റിയിട്ടില്ല. മോശ തന്റെ കയ്യെ ആകാശത്തേക്ക് നീട്ടി. നമുക്ക് തെറ്റരുത്. മോശ തന്റെ കയ്യെ ആകാശത്തേക്ക്, പിന്നെ മിസ്രയീം ദേശത്തേക്ക് 3 ദിവസത്തേക്ക് കൂരിരുട്ടുണ്ടായി. മിസ്രയീം ദേശത്തേക്കെയും 3 ദിവസത്തേക്ക് കൂരിരുട്ടുണ്ടായി. മോനെ, എനിക്ക് മൈക്ക് ഒരു സുഖമായിട്ട് വരുന്നില്ല. അതെന്താ? ഞാൻ ഒത്തിരി സ്ട്രെയിൻ ചെയ്യേണ്ടതായിട്ട് വരുന്നു. അതെന്താ? എനിക്കിത് പറയാനൊന്നും അറിയാൻ മേല. ദൈവത്തിന് മഹത്വം. ആ പരുവത്തിന് നിൽക്കട്ടെ. വായിച്ച ഒന്നുകൂടെ. മോശെ തന്റെ കൈ ആകാശത്തേക്ക് നീട്ടി. മോശ തന്റെ കൈ ആകാശത്തേക്ക് നീട്ടി. മിസ്രയീം ദേശത്തൊക്കെയും 3 ദിവസത്തേക്ക്. മിസ്രയീം ദേശത്തൊക്കെയും 3 ദിവസത്തേക്ക് കൂരിരുട്ടുണ്ടായി. എടാ പോവാ, അവിടെ ഇരുന്നോണം. മിസ്രയീം ദേശത്തൊക്കെയും 3 ദിവസത്തേക്ക് കൂരിരുട്ടുണ്ടായി. അന്ധകാരം. ഈ കൂരിരുട്ടുണ്ടായുള്ള കുഴപ്പടി അടുത്ത വാക്യം. 3 ദിവസത്തേക്ക് ഒരുത്തൻ കണ്ടില്ല. അടുത്തത്, ഒരുത്തനും തന്റെ സ്ഥലം വിട്ട് എഴുന്നേറ്റതുമില്ല. എന്ന് പറഞ്ഞ അനങ്ങാൻ പറ്റുന്നില്ലെന്നാ. ഈ അന്ധകാരത്തിന്റെ ശക്തി കയറി ബന്ധിച്ചാൽ ഒരുത്തനെ കാണാനും ഒക്കത്തില്ല, ഒരുത്തനെ അനങ്ങാനും ഒക്കുകയില്ല. സഭയ്ക്കകത്ത് മിക്കതിനും ഇത് അന്ധകാരമാണ്. അതല്ലേ ഒരുത്തനെ ഇഷ്ടമല്ലല്ലോ, കാണാൻ മേലല്ലോ. മനസ്സിലായില്ല? എടാ, നിന്റെ കൂടെ ആരാധിക്കുന്നവനോട് നിനക്ക് തൃപ്തിയില്ല കുഞ്ഞുഞ്ഞെ, നിനക്ക് അന്ധകാരമാണ്. ഒരു സഭയിലാ കൂടുന്ന കൈ കൊടുക്കുന്നില്ല, ഒരു സഭയിലാ കൂടുന്ന കൈ കൊടുക്കുന്നില്ല, തമ്മിൽ മിണ്ടുന്നില്ല. തിരുമേശ മിക്കടത്തുമില്ല, കാരണം ഉടക്കായത് കൊണ്ട് നടത്താനൊക്കത്തില്ല. ഉപദേശി ഉടക്കി നിൽക്കുക. ഓർസനാന്നോ മുക്കിച്ചിരിച്ചത്? പിന്നെ ആരാ ചിരിച്ചത്? കൊടുകൈ പാടിമണി കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെ പറഞ്ഞാൽ മതി. ഞങ്ങൾ പഴയ സ്നേഹിതരാ. അപ്പൊ ശ്രദ്ധിക്കുക, ഒരു സഭയിലാ കൂടുന്ന തമ്മിൽ ഇഷ്ടമല്ല, മിണ്ടുന്നില്ല, കൈ കൊടുക്കുന്നില്ല, തിരുമേശ ഇല്ല. ഇടയ്ക്ക് കയറി ഒരു ഉപദേശം കൂടെ സ്ഥാപിക്കാം, അത് അങ്ങനെ തന്നെ. തിരുമേശ ഇല്ലാത്ത ആരാധനയല്ല. ആൾക്കാരെല്ലാം കൂടെ ഞായറാഴ്ച കൂടിപ്പോകുന്നതേ ഉള്ളൂ, ആരാധനയൊന്നുമല്ല. കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളെ ഓർക്കാതെയും അവിടുത്തെ കഷ്ടാനുഭവങ്ങളെ ധ്യാനിക്കാതെയും ആമൻ അപ്പം നുറുക്കും, ആമൻ സ്തോത്രം, ആ ശുശ്രൂഷ ഇല്ലാത്ത ആരാധനയല്ല. ആൾക്കാരെല്ലാം കൂടെ തമ്പാരടിച്ച് വേപ്പോട്ടും ഇങ്ങോട്ടും ചാടി അണച്ചേച്ച് പോകുന്നതല്ല, ആരാധനയൊന്നുമല്ല. കർത്തൃദിവസം എത്ര മോദമായത്, കർത്തൃദിവസം എത്ര മോദമായത്, എത്ര വിശുദ്ധരൊത്തു ചേർന്നു സ്തോത്രം പാടുന്നു, എത്ര വിശുദ്ധരൊത്തു ചേർന്ന് സ്തോത്രം പാടുന്നു. ഭൂവിൽ സ്വർഗം പ്രതിബിംബിക്കുന്നു, ഭൂവിൽ സ്വർഗം പ്രതിബിംബിക്കുന്നു. അപ്പോസ്തലർ കൂടി വന്ന നാളിത്, അപ്പോസ്തലർ കൂടി വന്ന നാളിത്. അപ്പം നുറുക്കിയാർത്തു ഘോഷിച്ചവർ വന്നു, അപ്പം നുറുക്കിയാർത്തു ഘോഷിച്ചവർ വന്നു. ഇപ്പോൾ നാമും അപ്രകാരമായി, ഇപ്പോൾ നാമും അപ്രകാരമായി. കർത്തൃദിവസം എത്ര മോദമായത്, കർത്തൃദിവസം എത്ര മോദം. അവിടെ പാടാൻ നേരമില്ല. അപ്പോൾ തിരുമേശ എടുക്കണം. ഒരു സഭയിലാ കൂടുന്നത്, മിണ്ടുന്നില്ല, സംസാരിക്കുന്നില്ല, സഹകരിക്കുന്നില്ല. എടാ, ഒരു വീട്ടിൽ പ്രാർത്ഥന വെച്ചാൽ ചിലർ പോവുകയല്ല. ഏത് വീട്ടിലാ പ്രാർത്ഥന? അത് മലയിലെ തങ്കച്ചന്റെ വീട്ടിൽ. ഞാനില്ല. അതിന് പിന്നെ പുങ്കച്ചന്റെ വീട്ടില്
നീയാണോ പെന്തിക്കോസേ? നീയാണോ മറുഭാഷ പറയാനേ? നീയാണോ തുള്ളാൻ ഇങ്ങനെ ഒരുങ്ങി നിൽക്കുന്ന? അപ്പൊ ആ ചുരുട്ടി വെച്ചേക്ക്, അന്ന് പെട്ടെന്ന് എനിക്ക് തുള്ളല് വന്നിട്ട്. നീയാണോ പെന്തിക്കോസേ? കൂട്ടുസഹോദരന് ഇഷ്ടമല്ല, കൂട്ടുസഹോദരന് കൈ കൊടുക്കുന്നില്ല, അവനോട് മിണ്ടുന്നില്ല, അവനെതിരെ പാര വെച്ചിരിക്കുക, അവനെതിരെ ടോർപ്പിട വെച്ചിരിക്കുക. ഒരുത്തനെ കാണാൻ മേലെന്ന്. തിരുമേശയില്ല മിക്കടത്തും, ചിലടത്ത് മാസത്തിലൊന്ന്. ചിലര് 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചേച്ച് അപ്പൊ 28 ദിവസം കുഴ തെറ്റി കിടക്കുകയാണോ? ചിലടത്ത് പിന്നെ മെയിൻ പാസ്റ്റർ വന്നെങ്കിലേ ഇത് അപ്പം മുറിക്കുള്ളൂ. അതിന് ഇരുമ്പിന്റെ ആണോ? എടാ, ലോക്കൽ സഭയിൽ നടത്തിപ്പുകാര് പരിജ്ഞാനത്തോടെ ഇത് ചെയ്യുവാൻ പ്രാപ്തിയും കൃപയും ഉള്ളവണ്ടെങ്കിൽ അവര് നുറുക്കട്ടെ. മെയിൻ ആള് വന്നെങ്കിലേ നുറുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയൊന്നും പുസ്തകത്തിൽ പ്രമാണമില്ല. സ്തോത്രം. കൂടി വരുമ്പോൾ ഇത് ചെയ്യണമെന്നാ ദൈവത്തിന് മഹത്വം. ആടെ ഇടയ്ക്ക് കയറി പറഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ കോവിഡ് ആയതുകൊണ്ട് രക്ഷപ്പെട്ടിരിക്കുക. ഇത് കഴിഞ്ഞ് വിശുദ്ധ ചുംബനം അതും കൊടുക്കുന്നില്ലല്ലോ. കോവിഡ് വന്നുകൊണ്ട് അതും രക്ഷയായി. പണ്ടൊരു തള്ള പറഞ്ഞ പോലെ ചെങ്കണ്ണ് വന്നത് എനിക്കൊരു സുഖമായി എന്ന് പറഞ്ഞ പോലെ. ഇനി അഥവാ ചുംബനം കൊടുത്താലെവിടാ? ആട്ടെ, ഞാൻ അധികം ഒന്നും പറയുന്നില്ല. ദൈവത്തിന് മഹത്വം. ഒരുത്തനെ കാണാൻ മേലെന്ന്. എടാ, കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്ത ഞാനും നീയും എങ്ങനെ കാണാത്ത ദൈവത്തെ സ്നേഹിക്കുന്നേ? ദൈവം സ്വർഗത്തിലല്ലേ? അപ്പൊ തന്നെ സർവ്വവ്യാപിയാ, സർവജ്ഞാനിയാ. നേർക്ക് നേരെ വരുന്ന സഹോദരനെ കാണുമ്പോൾ നീ പടല് വെട്ടിച്ച് നേരെ പടുതോടിന് പോവാ. എന്നുവെച്ച് കുറച്ചങ്ങോട്ട് ചെന്നിച്ച് നോക്കിയപ്പോ സൂക്ഷ അവനും നോക്കി. ഇതല്ല ക്രിസ്തീയത, ഇതല്ല ക്രിസ്തു പഠിപ്പിച്ച മാർഗം. ശത്രുവിന് വിശക്കുന്നെങ്കിൽ തിന്നാൻ കൊടുക്കണം. ഒരു നാഴിക നടക്കാൻ നിർബന്ധിച്ചാൽ അതാ പ്രമാണം. ഉടുപ്പ് ചോദിക്കുന്നതിന് പുറപ്പും കൊടുത്തേക്കണം. നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ വേണ്ടി പ്രാർത്ഥിക്കണം. അവൻ മുടിയാനല്ല, അവൻ നന്നാകാൻ. ഇതാ പ്രമാണം. ഒരുത്തനെ കാണാൻ മേല, അന്ധകാരമാ. അപ്പുറത്തുകാരോട് മിണ്ടുകയല്ല. എന്നിട്ട് ആന്ധ്രായ്ക്ക് പോവുക സുവിശേഷ വേലയ്ക്ക്. തമ്പിയുടെ കൃത്യ ട്രാറ്റ്. അമ്മ, എനിക്ക് കുറച്ച് ട്രാറ്റ് കൂടെ. എവിടെ പോവാ? ഞാൻ ആന്ധ്രായ്ക്ക് പോവാ. ദൈവം എന്നോട് പറഞ്ഞ ആന്ധ്രായ്ക്ക് എന്തിനു നീ എടി അപ്പറേ ഉള്ളത്, അല്ലെങ്കിൽ സഹോദര അപ്പറേ ഉള്ളവരോട് സുവിശേഷം പറ. നീ ഈ ചൂടും പിടിച്ച് ആന്ധ്രായ്ക്ക് പോകുന്നത് ജയന്തി ജനതയെ കയറി എന്നോ ചൂടാ. 5 കുപ്പി വെള്ളവും. കാണുന്ന സഹോദരനെ ആദ്യം സ്നേഹിക്കേ. സ്തോത്രം. അപ്പൊ ഈ അന്ധകാര ശക്തി വന്നാൽ അടുത്തിരിക്കുന്നവനെ കാണാനൊക്കെ. ഒന്നോട് വായിച്ചേ ദൈവദാസനെ, വാക്യം വായിച്ചേ. 3 ദിവസത്തേക്ക് ഒരുത്തൻ കണ്ടില്ല. 3 ദിവസത്തേക്ക് ഒരുത്തൻ കണ്ടില്ല. ഒരുത്തൻ കണ്ടില്ല, കാണുന്നില്ല, കാണുകയല്ല. കാണാൻ താല്പര്യമോ ഇല്ല. അന്ധകാര. അടുത്ത വാക്യം കൊണ്ട് വായിര്. ഒരുത്തനും തന്റെ സ്ഥലം വിട്ട് എഴുന്നേറ്റതുമില്ല. അനങ്ങാൻ പറ്റുന്നില്ല. ഞായറാഴ്ച 10 വന്നിരുന്നത് 1 മണി വരെ അനങ്ങുന്നില്ലല്ലോ. മയിൽക്കുറ്റി ഇരിക്കുമ്പോൾ ഇരിക്കുകയല്ലേ. പാസ്റ്റർ അങ്ങനെ വലിയ ശക്തിയോടെ സ്തുതിച്ചാട്ട് ഒരിക്കൽ കൂടെ പുള്ളിങ്ങനെ അർജുനന്റെ വില്ല് പോലെ നിന്ന് വളയുക. ശക്തിയോടെ പാട്ടുകാരൻ പറഞ്ഞു പോരാ, പോരാ, നല്ല പോരാ, ഇന്ന് വളയുക. ഇപ്പൊ ചെല്ലി പറയുന്നത് ഒരു നല്ല ഹല്ലേലൂയ. അപ്പൊ അതിന്റെ അർത്ഥം എന്നാ? എന്റെ ചീത്ത ഹല്ലേലൂയ അപ്പുറം കിടക്ക്. എടാ, ഹല്ലേലൂയ എല്ലാം നല്ലതാ. നീ ഇനി പറയുമ്പോ ഇങ്ങനെ പറയണം, ഉറക്കെ ഒരു ഹല്ലേലൂയ പറയണം. അല്ല നല്ല ഹല്ലേലൂയ ചീത്ത ഹല്ലേലൂയ അല്ല, ഒരു നല്ല ഹല്ലേലൂയ. അപ്പൊ കൊള്ളുകയില്ലാത്ത ഹല്ലേലൂയ എല്ലാം കൂടെ അങ്ങാണ്ട്. ഹല്ലേലൂയ സ്വർഗീയ ഭാഷയാ, അത് നല്ലതാ. ഉദ്ദേശിക്കുന്ന തന്നെയാന്ന് വെച്ചാൽ ഉറക്കെ ഹല്ലേലൂയ പാടനമാണ്. അതങ്ങനെ പറഞ്ഞാ പോരെ. ഒരുത്തനെ കാണാനും പറ്റുന്നില്ല, ഒരുത്തനോട്ട് അനങ്ങാനും പറ്റുന്നില്ല. ആരാധനയ്ക്ക് വന്ന കൈയടിക്കുന്നില്ലല്ലോ, പാടുന്നില്ലല്ലോ, പ്രാർത്ഥിക്കുന്നില്ലല്ലോ, അവൻ ദൈവത്തെ സ്തുതിക്കുന്നില്ലല്ലോ. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിക്കുക താന്താങ്ങൾക്കുള്ളവരല്ല. ആകയാ നിങ്ങളുടെ ശരീരം കൊണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തണം. നിങ്ങളുടെ അവയവങ്ങൾ അനീതിയുടെ ആയുധങ്ങളാക്കാൻ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിക്കണം. ഈ ലോകത്തിന് അനുരൂപരാകാതെ.
സ്തോത്രം. എനിക്ക് ഈ ബ്രദറുകാരുടെ പാട്ട് വലിയ ഇഷ്ടമാണ്. കാരണം സൈമൺ സാർ എഴുതിയ പാട്ടും TKSന്റെ പാട്ടും മധുരഗായകൻ അച്ഛൻ MP ചെറിയാച്ചന്റെ പാട്ട്, പിന്നെ CT മത്തായിച്ചന്റെ ചില പാട്ടുകൾ, വാഴ്ത്തുമെന്നും പരമേശ്വനി, അതൊക്കെ നല്ല പാട്ടുകളാണ്. പക്ഷെ ഞാൻ പറയാനുണ്ട്, പാട്ട് നല്ലത് എഴുതിയെങ്കിലും അത് കുറച്ചുകൂടെ ആസ്വദിച്ച് ആത്മാവിൽ നൃത്തം ചെയ്യാൻ ദൈവം എനിക്ക് ഭാഗ്യം തരുന്നുണ്ട്. എൻ്റെ കാര്യം പറഞ്ഞേക്കാം. സാറ് എഴുതിയ ഒരു പാട്ടിന്റെ വരി ബ്രദറുകാർ സഹോദരന്മാരൊന്ന് പാട്ട് വന്ന് ചിന്തിച്ചേച്ച് നല്ലതാ, ഞാൻ ഗുണമായിട്ട് പറയാ കേട്ടോ. ആ പാട്ടിന്റെ വരി ഇങ്ങനെ: സത്യേശ്വരനു മുമ്പിൽ നൃത്തം തുടങ്ങിടുമിൻ തപ്പോടു കിന്നരങ്ങൾ വായിപ്പേ. ബ്രദർ സഭയിൽ പോകുന്ന ആരെങ്കിലും ഇതിനകത്ത് ഇരിപ്പുണ്ടോ? സഭ മാറ്റാനൊന്നും അല്ല. ഉണ്ടോ? കൈ ഒന്ന് പൊക്കിക്കേ. ആരുമില്ല. അമ്മ എവിടാന്ന് പോകുന്നത്? അച്ഛമ്മയുണ്ട്. കൈ അങ്ങോട്ട് പോക്ക് കാണട്ടെ. 3, 4, 5, 6. ഈ ഭാഗത്ത് വല്ലവരും ഉണ്ടോ? നിങ്ങൾക്ക് പാട്ടറിയാവല്ലോ, നമുക്കൊന്നിച്ച് പാടാം. എന്നമ്മേ അറിയാവോ പാട്ട്? അതവിടെ പോയി ഉറങ്ങുകയാണോ? സത്യേശ്വരനു മുമ്പിൽ നൃത്തം തുടങ്ങിടുമിൻ തപ്പോടു കിന്നരങ്ങൾ വായിപ്പേ. സത്യേശ്വരനു മുമ്പിൽ നൃത്തം തുടങ്ങിടുമിൻ തപ്പോടു കിന്നരങ്ങൾ വായിപ്പേ. കൈത്താളനാദമപ്രശക്യ മുടങ്ങിടട്ടെ, സാത്താൻ നടുങ്ങിടട്ടെ, ഓശന്ന. കൈത്താളനാദമപ്രശക്യ മുടങ്ങിടട്ടെ, സാത്താൻ നടുങ്ങിടട്ടെ, ഓശന്ന. യാഗ്വേ സ്തുതിപ്പിനാമൽ ശുദ്ധ മമം നിരത്തിൽ ആഹ്വാനം ചെയ്തു നൂതി കോചിപ്പേ. വൈകായ സംവിധാന ഭംഗി പരിഗണിച്ചു മഹേശ്വര സ്തുതികൾ ചെയ്തിടി. അപ്പൊ സാറ് കൊടുത്തിരിക്കുന്ന പ്രയോഗം, സത്യേശ്വരന് മുമ്പിൽ നൃത്തം തുടങ്ങിയിടുവിൻ തപ്പോട് കിന്നരങ്ങൾ വായിപ്പീൻ. അടുത്ത പ്രയോഗം, കൈത്താളനാദമബ്രേ ശക്തിയാ മുഴങ്ങിടട്ടെ എന്ന് പറഞ്ഞാൽ കൈത്താളനാദമബ്രേ ശക്തിയാ മുഴങ്ങിടട്ടെ, സാത്താൻ നടുങ്ങിടട്ടെ, ഹോശന്ന. സാറ് നല്ല വരിയാ എഴുതി വെച്ചേക്കുന്നത്. പക്ഷെ ശരിക്ക് കൈയടിച്ച് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്താറുണ്ട്. ഇപ്പൊ മൈക്ക് കൈയിരിക്കുന്നതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ അല്ല, നീ പാട്ട് പാടിയാ പോരാ, അത് ജീവിതത്തിലും കൊണ്ടൊന്ന് പകർത്തുന്ന നല്ലതാ. അപ്പൊ ശരിക്കും പറഞ്ഞത്, ഒരുത്തൻ അനങ്ങാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ ഈ അന്ധകാര ശക്തി പിടിച്ചാൽ, അന്ധകാര ചങ്ങല ബന്ധിക്കപ്പെട്ടാൽ, അവൻ അടുത്തിരിക്കുന്നവനെ കാണുന്നതും ഇഷ്ടമല്ല, നിനക്ക് അനങ്ങാനും ഒക്കത്തില്ല. പാപം ചെയ്ത ദൂതന്മാരെ പിടിച്ച് അന്ധകാരത്തിന് ഞങ്ങളെകിട്ട് ബന്ധിച്ചു വച്ചിരിക്കുക മഹാദിവസത്തിന്റെ വിധിക്കായിട്ട്. അപ്പോൾ ദൂതലോകത്തെ വിഷയം മുതൽ യൂദ ആരംഭിച്ചിരിക്കുക. ദൂതലോകത്തെ വിഷയം മുതൽ പറഞ്ഞ് അന്ത്യകാല വിഷയം വരെ യൂദ പറഞ്ഞു. 19-ാം വാക്യം വായിക്കാം. 19. അവർ ഭിന്നത ഉണ്ടാക്കുന്നവർ. 19-ാം വാക്യം വായിച്ചോ. പ്രാകൃതന്മാർ. 18 മുതൽ വായിച്ചേ. അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകും എന്ന് അവർ ശ്രദ്ധിച്ചേ. 6-ാം വാക്യത്തിൽ ദൂതലോകത്തെ വിഷയം മുതൽ അങ്ങോട്ട് തുടങ്ങി ഒടുവിൽ 18-ാമത്തെ വാക്യത്തിൽ അന്ത്യകാല വിഷയം വരെ എന്ന് പറഞ്ഞാൽ 25 വാക്യമേ ലേഖനത്തിലുള്ളെങ്കിലും മുഴുവൻ വിഷയങ്ങളും ലേഖനത്തിൽ കൊള്ളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ദൂതലോകത്തെ വിഷയം മുതൽ അന്ത്യകാല വിഷയം വരെ ഈ ലേഖനത്തിൽ. ഇനി യൂദായുടെ ലേഖനത്തിന് വേറൊരു വിശേഷത നിങ്ങൾക്കറിയാം, നിങ്ങൾക്കെല്ലാം അറിയാം. ഈ ലേഖനത്തിലൊരു വിശേഷത, നിത്യത എന്ന പദം
പറഞ്ഞ് പര്യവസാനിപ്പിച്ചിരിക്കുന്ന ലേഖനമാണ് യൂദയുടെ ലേഖനം. മറ്റ് ലേഖനത്തിലൊക്കെ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും പലയിടങ്ങളിലും പല അധ്യായത്തിലും പല വാക്യങ്ങളിലും ഒക്കെ നിത്യത എന്ന പദം അത് പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടും ഒക്കെ അല്ലെങ്കിൽ മൂലഭാഷയിലൊക്കെ നിത്യത എന്ന പദം പറഞ്ഞിട്ടുണ്ടെങ്കിലും നിത്യത എന്ന പദം പറഞ്ഞ് പര്യവസാനിപ്പിച്ചിരിക്കുന്ന ലേഖനം യൂദയുടെ ലേഖനമാ. 24-25 തിരുവെടുത്ത് വായിച്ചാട്ടെ കർത്തൃദാസനെ. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ചു, തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിന് തന്നെ സർവകാലത്തിനു മുമ്പും ശ്രദ്ധിച്ചോ, വീടാനവണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ള പിതാവായ ദൈവത്തിന് പിന്നെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ കർത്താവാകുന്ന യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏകദൈവത്തിന് തന്നെ സർവകാലത്തിനും മുമ്പ് മുമ്പും പിന്നെ ഇപ്പോഴും സദാകാലത്തോളം രണ്ട് പദമായി എഴുന്നു നിൽക്കുന്നത് സർവകാലത്തിനും മുമ്പും സദാകാലത്തോളവും. ശരിയായ നിലയിൽ പഠിച്ചാൽ ഈ രണ്ട് പദങ്ങളും നിത്യത എന്ന പ്രയോഗമാണ്. സ്തോത്രം. അപ്പോൾ നിത്യത എന്ന വിഷയം എന്ന വാക്ക് എന്ന പദം പറഞ്ഞ് പര്യവസാനിപ്പിച്ചിരിക്കുന്ന ലേഖനമാണ് യൂദയുടെ ലേഖനം. ഈ വെളിപ്പാട് പുസ്തകത്തിന്റെ പുറകിൽ ഈ ലേഖനം കൊണ്ട് കൊടുക്കാനുള്ളതിന്റെ ഒരു കാരണം അതാണെന്ന. കാരണം നിത്യത എന്ന പദം പറഞ്ഞ യൂദ നിർത്തിയിരിക്കുന്നത്. ആ നിത്യത എന്തുവാന്ന് അല്പമെങ്കിലും വിസ്തരിച്ചിരിക്കുന്ന പുസ്തകം വെളിപ്പാട് പുസ്തകമാണ്. എന്ന് പറഞ്ഞാൽ നിത്യത എന്ന പദം പറഞ്ഞ് എന്റെ ഭാഷ പറഞ്ഞാൽ ഒടുവിൽ നിത്യതയിലോട്ട് പ്രവേശിക്കാൻ പോവുക. സ്തോത്രം. നിത്യത അതെ നമ്മുടെ വിഷയം അതല്ലല്ലോ. എന്തായാലും കൊള്ളാം, നിത്യകാലം മുഴുവൻ യേശുവിനോടുകൂടെ നമ്മൾ പാർക്കും, വസിക്കും. നിത്യകാലം മുഴുവൻ പുത്തൻ പുതുഭൂവിൽ, നിത്യകാലം മുഴുവൻ പുത്തൻ പുതുഭൂവിൽ സത്യമണവാളൻ തന്റെ കാന്തയായ അമ്മൻ സത്യമണവാളൻ തന്റെ കാന്തയായ ഉള്ളമുയരും ഉള്ളങ്കാൽ പൊങ്ങും ഉള്ളമുയരും ഉള്ളങ്കാൽ പൊങ്ങും തള്ളുമോ ഞാൻ ഇത്ര വലിയ പ്രത്യാശ തള്ളുമോ ഞാൻ ഇത്ര വലിയ പ്രത്യാശ. ഏഴിടികൾ മുഴങ്ങി ഏഴകൾ നടുങ്ങി ഏഴിടികൾ മുഴങ്ങി ഏഴകൾ നടുങ്ങി മൃതഗണമവരുമായി ആകാശ കയറി അന്ന് രണ്ടു നരന്മാർ വയലിൽ വേക്കിരിക്കും. അന്നു രണ്ടു നരന്മാർ വയലിൽ വേലയ്ക്കും. ഒന്ന് ദൂതനെടുക്കും തോഴന കൈവടിയും, ഒന്നു ദൂതനെടുക്കും തോഴന കൈവടിയും. തിരികല്ലിൽ പൊടിക്കും ഇരുനാരി ജനങ്ങൾ, തിരികല്ലിൽ പൊടിക്കും ഇരുനാരി ജനങ്ങൾ. ഒരുത്തി വാനിലേറും മറ്റവളെ വെടിയും. മതി 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 മറ്റവളെ വെടിയും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇത് നിത്യതയിലെത്തുന്ന വിഷയങ്ങളാണ്. അപ്പോൾ നിത്യത എന്ന പദം പറഞ്ഞ് പര്യവസാനിപ്പിച്ചിരിക്കുന്ന ലേഖനമാണ് യൂദയുടെ ലേഖനം. അതുകൊണ്ടാണ് ഇത് വെളിപ്പാട് പുസ്തകത്തിന്റെ പുറകിൽ കൊടുത്തിരിക്കുന്നത്. നിത്യത എന്താന്ന് വെളിപ്പാട് 21-22 അധ്യായം പഠിക്കുമ്പോൾ അല്പമെങ്കിലും വിസ്തരിച്ചിട്ടുണ്ട്, മുഴുവൻ വിസ്തരിച്ചിട്ടില്ല. അതെന്നാ ഇപ്പൊ അങ്ങനെ വിസ്തരിക്കുകയല്ല, കാരണം അതൊക്കെ അവിടെ ചെന്ന് അനുഭവിക്കേണ്ടതാ. മിക്കവാറും അനുഭവിക്കും ഈ പോക്ക് പോയാ. വേറെ നിത്യത അല്ലേന്നേ ഉള്ളൂ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ദൈവമക്കൾ നിത്യതയിലെത്തണം. അതിനാന്നല്ലോ യോഗങ്ങളും കൂട്ടായ്മകളും. അപ്പൊ ഈ ലേഖനം ഈടുറ്റ ലേഖനമാണ്. ദൈവത്തിന്റെ മഹത്വം. ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ സമയം എന്തുവായി? വാച്ച് തന്നാലും കണക്കാ, പിന്നെ വെറുതെ മാറ്റി മേടിക്കുന്നതേ ഉള്ളൂ. ഓ, ഇത് ഒത്തിരി വരെയും കുറിയുണ്ട്, അത് കാണാൻ നോക്കുക തന്നെ. ഇതിഞ്ഞതാ കറക്റ്റാണ്. അപ്പൊ ശ്രദ്ധിക്കുക, നിത്യത എന്ന പദം പറഞ്ഞ് ലേഖനം നിർത്തിയിരിക്കുക. ഈടുറ്റ ലേഖനമാണ്. ഇനി അടുത്ത വാക്യത്തോട് വരാൻ മറ്റു ഭാഗത്തോട്ട് പോകുന്നില്ല. ഈ ലേഖനത്തിൽ യൂദായുടെ ലേഖനത്തിൽ ഹാനോക്ക് പ്രവചിച്ചെന്ന് യൂദാ എഴുതിയിരിക്കുക. 14-15 വാക്യം വേഗത്തിൽ.
ആദാം മുതൽ ആ. ഏഴാമനായ ഹാനോക്കും ആദാം മുതൽ ഇതിനെക്കുറിച്ച് ഏഴാമനായ ഹാനോക്ക് താഴോട്ട് വായിച്ചു വരുമ്പോൾ പ്രവചിച്ചു എന്ന് പറഞ്ഞാൽ യൂദ എഴുതിയിരിക്കുക ഹാനോക്ക് പ്രവചിച്ചു. ഹാനോക്ക് എന്തോ പ്രവചിച്ചു? ആരാണ് ഈ ഹാനോക്ക്? ഏഴാമനായ ഹാനോക്ക്. അപ്പൊ ഇതൊക്കെ ചിന്തിക്കേണ്ട വിഷയങ്ങളാ, നിങ്ങൾക്കറിയാം. ഇവിടെ വായിക്കാം, ഏഴാമനാകുന്ന ഹാനോക്ക്. ഒന്നുകൂടെ വായിച്ചേ 14. ആദാം മുതൽ ഏഴാമനായ ഹാനോക്ക്. ഇങ്ങോട്ട് നോക്കിക്കേ, ഏഴാമനായ ഹാനോക്ക്. അതിനങ്ങനെ പറഞ്ഞേക്കുന്നേ. പോർസൻ അങ്ങോട്ട് നോക്കിയിരുന്ന ഞാൻ ചോദിക്കുകയല്ലെന്ന് ഓർത്താണോ? തെക്കോട്ട് നോക്കിയിരിക്കുന്നു. അപ്പോൾ ആദാം മുതൽ ഏഴാമനായ ഹാനോക്ക്. എന്താ ഏഴാമൻ ഹാനോക്ക്? പറഞ്ഞു. ഒരു ചക്ക വീണ് മൊയിലി എത്തുന്നോർത്ത്. അപ്പോൾ ആദാം മുതൽ ഏഴാമനായ ഹാനോക്ക്. ഈ ഏഴാമനായ ഹാനോക്ക് എന്ന് പറയാൻ കാര്യം വേറെ ഹാനോക്ക് ഉണ്ട്, ഇല്ലേ? ഉണ്ട്. എത്ര ഹാനോക്ക്? സ്തോത്രം പറഞ്ഞാണ്. അത് നല്ല കാര്യമാണ്. അപ്പോൾ ആദാം മുതൽ ഏഴാമനായ ഹാനോക്ക്. ഈ ഏഴാമൻ ഹാനോക്ക് എന്നെടുത്ത് പറയാൻ കാര്യം വേറെ ഹാനോക്കുണ്ട്. ഞാൻ വേറെ പുസ്തകം ധ്യാനിച്ചപ്പോൾ 4 ഹാനോക്കിനെ കണ്ടുപിടിച്ചു. നിങ്ങൾ ഇനിയും കുറച്ചുകൂടെ തപ്പിയാൽ വേറെയും കാണാൻ സാധ്യത ഉണ്ട്. പിന്നെ നിങ്ങളുടെ ഇരിപ്പ് കാണുമ്പോൾ അറിയാം നിങ്ങൾ ഇഷ്ടം പോലെ ഹാനോക്കിനെ തപ്പി എടുത്തോണ്ട് വരുമെന്ന്. അപ്പൊ ഞാൻ ഈ പുസ്തകം ഓടിച്ചൊന്ന് ധ്യാനിച്ച് വായിച്ചപ്പോൾ 4 ഹാനോക്കിനെ കണ്ടു. ഒന്നാമത്തെ ഹാനോക്കാണ് ഈ ഏഴാമനായ ഹാനോക്ക്. പിന്നെ വേറൊരു ഹാനോക്കുണ്ട്, അത് കയീന്റെ മകൻ ഹാനോക്ക്. വായിച്ചേ 4:16 ഉൽപ്പത്തി. ഇനി ചടികടാന്ന് വായിക്കണേ ദൈവദാസനെ, നമുക്ക് വീട്ടിൽ പോകണമല്ലോ. എനിക്കാണെങ്കിൽ ഇത് കഴിഞ്ഞ ഒരു മരണ വീട്ടിൽ പോകണം, രാത്രി പോയി അല്പസമയം ഇരിക്കണം. നാളെ വേറെ 2 ശവസംസ്കാരത്തിൽ പങ്കുകൊള്ളണം. നാളെ മറ്റന്നാളും ഗുരുവായൂർ കൺവെൻഷനും പോകണം. അപ്പൊ ഞാൻ നല്ല തിരക്കിലാണ് നിൽക്കുന്നത്. അപ്പൊ നിങ്ങളും എന്റെ കൂടെ പിടിക്കാൻ നിന്നോണം. ദൈവത്തിന് മഹത്വം. വായിച്ചേ 4:16. അങ്ങനെ കയീൻ ഏതിന് കിഴക്ക് എന്ന് പാർത്ത് കായിൻ തന്റെ ഭാര്യയുമായിട്ട് ജീവിതം ആരംഭിച്ച ഒരു കൊച്ചുണ്ടായി. അടുത്ത വാക്യം, അവൾ ഗർഭം ധരിച്ചു, ഹാനോക്കിനെ പ്രസവിച്ചു. അപ്പൊ ഇതൊരു ഹാനോക്ക്. ഇത് കയീന്റെ മകൻ ഹാനോക്ക്. ഇപ്പൊ എത്രയായി? എന്നെ ഒരു സങ്കടം. എന്നെ പുള്ളിക്ക് ഹാനോക്ക് കൂടുന്നത് പ്രശ്നമാണെന്ന് പോൾസൺ പറയുന്നത്. ഞാൻ ഉത്തരവാദിയല്ല. അപ്പൊ ശ്രദ്ധിക്കുക, ഒന്നാമത്തെ ഹാനോക്ക് ഏഴാമനായ ഹാനോക്ക്. രണ്ടാമത്തെ ഹാനോക്ക് കയീന്റെ മകനായ ഹാനോക്ക്. ഇനി മൂന്നാമതൊരു ഹാനോക്ക്, അബ്രഹാമിന് വേറൊരു ഭാര്യ കെതൂറ. ആ കെതൂറയുടെ 6 മക്കളിൽ 4-മത്തവനാണ് മിദ്യാൻ. ആ മിദ്യാന് 3-4 പിള്ളേരുള്ളതിൽ അവൻ 3-മത്തവനാണ് ഒരു ഹാനോക്ക്. വായിച്ചേ ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യം വായിച്ചേ. ഉൽപ്പത്തി 25-ന്റെ അബ്രഹാം വേറൊരു ഭാര്യയെ പരിഗ്രഹിച്ചു. സിമ്രാൻ, യൊക്ശാൻ, മെദാൻ, മിദ്യാൻ, ഇഷ്ബാക്, ശൂവഹ് എന്നിവരെ പ്രസവിച്ചു. അപ്പോൾ അതിൽ 4-മത്തവനാണ് മിദ്യാൻ. അബ്രഹാമിന് കെതൂറയിൽ കൂടി ജനിച്ച തലമുറകളിൽ 4-മത്തവൻ മിദ്യാൻ. ഇനി മിദ്യാന് 3-മത്തെ ചെറുക്കൻ ഹാനോക്ക്. മിദ്യാന്റെ പുത്രന്മാർ താഴത്തെ വാക്യമുണ്ടല്ലോ. മിദ്യാന്റെ പുത്രന്മാർ ഹനോക്ക്. അപ്പോ ഇത് ഹാനോക്കിനെ കണ്ടോ? പുള്ളിക്ക് പിന്നെയും പ്രശ്നമാണ്. അപ്പോൾ 1-മത്തെ ഹാനോക്ക്, 7-മനാകുന്ന ഹാനോക്ക് യൂദ
14. രണ്ടാമത്തെ ഹാനോക്ക് കയീന്റെ മകനാകുന്ന ഹാനോക്ക്. മൂന്നാമത്തെ ഹാനോക്ക് അബ്രഹാമിന് കദൂറയിൽ കൂടി ജനിച്ച നാലാമത്തെ പുത്രനാകുന്ന മിദ്യാന്റെ മൂന്നാമത്തെ പുത്രനാകുന്ന ഹാനോക്ക്. ഇപ്പൊ എത്ര ഹാനോക്കായി? 3. ഒന്നുകൂടെ വായിച്ചു, ഇനി അധികം വിഷമിക്കണ്ട. അബ്രഹാമിന്റെ മകനാകുന്ന ഇസഹാക്കിന്റെ മകനായ യാക്കോബിന്റെ 12 മക്കളിൽ മൂത്തവനാകുന്ന രൂബേന്റെ മൂത്ത പുത്രനുണ്ട്, അവനും ഹാനോക്ക. വായിച്ചേ, ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 5-ാം അധ്യായം എടുത്തേ. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 5-ാം അധ്യായം 2-ാം വാക്യം മുതൽ വായിച്ചേ. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 5-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം പെട്ടെന്ന്. യഹൂദ തന്റെ സഹോദരന്മാരെക്കാൾ പ്രബലനായി തീർന്നു, പിന്നെ അവനിൽ നിന്നും പ്രഭു ഉത്ഭവിച്ചു. അടുത്തത് ജ്യേഷ്ഠ അവകാശമോ യോസേഫിന് ലഭിച്ചു. അടുത്തത് ഇസ്രായേലിന്റെ ആദിജാതനായ രൂബേന്റെ പുത്രന്മാർ. രൂബേന്റെ പുത്രന്മാർ, യാക്കോബിന്റെ പുത്രന്മാരുടെ പേരാ ഇസ്രായേലിന്റെ ആദിജാതനാകുന്ന രൂബേന്റെ പുത്രന്മാർ. ഹാനോക്ക്. അപ്പൊ ഒരു ഹാനോക്ക് കൂടെ വന്നു. ഇപ്പൊ എത്രയായി? മതി. അപ്പോൾ ഇവിടെ 4 ഹാനോക്കായി. ഇപ്പോൾ 1 ഏഴാമനാകുന്ന ഹാനോക്ക് യൂദാ, നമ്മുടെ കുറുവാക്യത്തിലെ. രണ്ടാമത്തത് കയീന്റെ മകനാകുന്ന ഹാനോക്ക്. മൂന്നാമത്തത് അബ്രഹാമിന്റെ ഭാര്യ, വേറൊരു ഭാര്യ കദൂറയുടെ 4-ാമത്തെ പുത്രനാകുന്ന മിദ്യാന്റെ 3-ാമത്തെ പുത്രനാകുന്ന ഹാനോക്ക്. അടുത്ത ഹാനോക്ക് യാക്കോബിന്റെ മൂത്ത മകനാകുന്ന രൂബേന്റെ മൂത്ത മകനാകുന്ന ഹാനോക്ക്. 4 ഹാനോക്ക്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ പല ഹാനോക്ക് ഉള്ളത് കൊണ്ടാ യൂദാ ക്ലിയർ ആയിട്ട് എഴുതിയത് ഏഴാമനായ ഹാനോക്ക്. ഒന്നുകൂടെ വായിച്ചാ 14. ആദാം മുതൽ ഏഴാമനായ ഹാനോക്കും ഇവരെ കുറിച്ച് ഇതാ കർത്താവ്. അപ്പൊ ശ്രദ്ധിക്കുക, ഏഴാമനായ ഹാനോക്ക്. 3-ാമൻ ഹാനോക്ക് അപ്പുറം കിടപ്പുണ്ട്, അതുകൊണ്ടാ ഏഴാമൻ. ആദാമിന്റെ വംശം തൊട്ട് പിടിക്കുമ്പോൾ ഇത് ഏഴാമൻ ഹാനോക്ക്. ആദാമിന് ഈ ഹാബേല് മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു തലമുറ ഉണ്ടായി. ഷേത്തിനൊരു മകൻ ജനിച്ചു, ഏനോശിന്റെ മകൻ ജനിച്ചു. അങ്ങനെ തലമുറകൾ ഇങ്ങോട്ട് പഠിച്ചു വരുമ്പോൾ വായിച്ച് ഉൽപ്പത്തി പുസ്തകം ആദ്യം കൊണപ്പെട്ട തലമുറയും കൊണപ്പെടാത്ത തലമുറയാ. കൊണപ്പെട്ട ഹാനോക്കും കൊണപ്പെടാത്ത ഹാനോക്കും അങ്ങനെ പഠിക്കുന്നതാ കുറച്ചുകൂടെ നല്ലത്. കൊണപ്പെടാത്ത ഹാനോക്കിന് ഞാൻ മുമ്പേ വായിച്ച് 4:16 മുതൽ താഴോട്ട് വായിച്ച് കൊണപ്പെടാത്ത ഹാനോക്ക് വേഗത്തിൽ. അങ്ങനെ കയീൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ടു. ഭാര്യയെ പരിഗണിച്ചു, തലമുറ ഉണ്ടായി ഹാനോക്ക്. പിന്നെ അവനൊരു പട്ടണം പണിതു. ആര് പട്ടണം പണിതു? ആര് പണിതെന്ന് പട്ടണം? കയീൻ. പുള്ളിക്ക് പണിയാൻ മേലേ? കയീനൊരു പട്ടണം പണിതെന്ന് വായിച്ചു. ശരിയാ, അവരൊരു പട്ടണം പണിതു, ഹാനോക്ക് എന്ന് തന്റെ മകന്റെ പേരിട്ടു. അപ്പൊ ആരാ പണിതത്? കയീൻ പണിതു. കയീൻ പട്ടണം പണിതെന്ന് വെച്ചാൽ തന്റെ മകൻ ഹാനോക്കിന്റെ പേരിട്ടു. കുഴപ്പമില്ലല്ലോ. അടുത്ത വാക്യം. ഹാനോക്കിന് ഈരാദ് ജനിച്ചു. ഈരാദ് മെഹുയേലിനെ ജനിപ്പിച്ചു. മെഹുയേൽ മെതുശലേമിനെ ജനിപ്പിച്ചു. മെതുശയേൽ ലാമെക്കിനെ ജനിപ്പിച്ചു. അപ്പൊ എണ്ണിക്കേ ദൈവദാസനെ, ഇങ്ങോട്ട് നോക്കിക്കേ. ആദാ, കയീന്, ഹാനോക്ക്, ഈരാദ്, മഹൂയയേൽ, മധൂശലേം, ലാമേക്ക്. എത്രയായി? 7. ഇത് കൊണപ്പെടാത്ത വംശമാ. കാരണം കയീന്റെ സന്തതി പരമ്പരകളാ. യോഹന്നാന്റെ ലേഖനം 3:12 കയീൻ ദുഷ്ടനിൽ നിന്നുള്ളവനാ, അങ്ങനെ വാക്യം. അപ്പൊ ഇത് ഗുണം വന്നതല്ല, ഗുണം പിടിക്കാത്തതാ, പരുവക്കാടുകാരാ. അപ്പൊ ഗുണപ്പെടാത്ത ഏഴാമൻ ലാമേക്ക്. അതാ ബോലോ ഹിന്ദി ഇരിക്കട്ടെ, മലയാളം പറഞ്ഞിട്ടാണെങ്കിൽ ആദാ അല്ല മോനാന്നേലും പറയാമല്ലോ, ഇമായിരിക്കല്ലോ. ആദാ പറ. പിന്നെ അവിടെ മയക്ക് തരുന്നു, പറ. ഓർത്തം പറയുന്നു പിന്നെ കാണുമെന്ന്. അപ്പൊ ആദാം, കയീന്, ഹാനോക്ക്, മഹൂയപ്പെടാത്തത്, ഗുണം പിടിക്കാത്തത്.
കാരണം യോഹന്നാൻ 3:12 കായീൻ ദുഷ്ടനിൽ നിന്നുള്ളവരെന്ന ഗുണം വരാത്ത തലമുറകളാ. അപ്പൊ ഗുണം പിടിക്കാത്ത ഏഴാമൻ ലാമേക്ക്, ഏഴാം തലമുറ. ഗുണം വരാത്ത ഏഴാം തലമുറ ലാമേക്ക്, അതവിടെ നിൽക്കട്ടെ. ഇനി ഗുണപ്പെട്ട തലമുറ, ആ 4-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ കണ്ണിക ഒന്ന് വായിച്ച്. 5-ന്റെ നേരെ മേളിൽ ഒരു കണ്ണിക കിടപ്പുണ്ടല്ലോ. അവൻ ആദാം തന്റെ ഭാര്യയുമായിട്ട് ജീവിച്ചെന്ന അവൻ വായിച്ച കണ്ണിക 5-ാം അധ്യായത്തിന്റെ നേരെ മേളിൽ ഒരു ചെറിയ കണ്ണിക കിടപ്പുണ്ട്. 4-ാം അധ്യായത്തിന്റെ ഒടുവിൽ ഒരു മകൻ ജനിച്ചു. അല്ലല്ല, അതിന് കണ്ണിക തുടങ്ങുന്നത് മുതൽ വായിക്ക്. ആദാം തന്റെ ഭാര്യയായിട്ട് പിന്നെയും ജീവിതം ആരംഭിച്ചു. അടുത്തത് അവൾ ഒരു മകനെ പ്രസവിച്ചു. കയീൻ കൊന്ന ഹാബേലിന് പകരം ദൈവം എനിക്കൊരു സന്തതിയെ തന്നു എന്ന് പറഞ്ഞവന് ശേത്തെന്ന് പേരിട്ടു. ശേത്തിനൊരു മകൻ ജനിച്ചു, ഏനോശ്. അടുത്ത വാക്യം, യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. അപ്പൊ ഇതിനു മുമ്പ് ആരാധന ഇല്ലേ? പിന്നെ പപ്പുള്ളയുടെ നാമത്തിലായിരുന്നു നേരത്തെ. കൊച്ചമ്മയെ നേരത്തെ ആരാധന ഉണ്ടായിരുന്നെന്ന്. ഇവിടെ ഹാബേൽ യാഗം കഴിച്ചില്ലേ? അന്നേരം വലിയ മറ്റവൻ കൊന്നത്, അവൻ ഇഷ്ടപ്പെടാൻ എന്റെ മുഖം എല്ലാം മാടി അരിചം കയറി. നേരത്തെ ആരാധന ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെ ഇങ്ങനെ എടുത്തു പറയുന്നത്, വേലപഠിതാക്കൾ ചിലര് പറയുന്നത് പണ്ടൊക്കെ കുടുംബമായിട്ടുള്ള ആരാധനയാണ്. എന്നാൽ കൂട്ടമായിട്ട് അവൻ ചേർന്ന് ഒന്നിച്ചുള്ള ആരാധന ഏനോശിന്റെ കാലത്ത് ആരംഭിച്ചു. നേരത്തെ വ്യക്തിപരമായി ദൈവത്തെ ആരാധിക്കുക. എന്നാൽ ഏനോശിന്റെ കാലം വന്നപ്പോൾ സംഘം ചേർന്ന് സംഘടിതമായി ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. അപ്പോൾ ആദാമിന് ഗുണം പിടിച്ചൊരു ചെറുക്കം വന്നു, ശേത്ത്. ഹാബേൽ മരിച്ചു കഴിഞ്ഞപ്പോൾ ജീവിതം ആരംഭിച്ചപ്പോൾ ഒരു കൊച്ചനെ കിട്ടി, ശേത്തിനൊരു മകൻ ജനിച്ചു, ഏനോശിന്റെ മകൻ. അടുത്ത അധ്യായത്തിൽ കിടപ്പുണ്ടല്ലോ ഏനോശിന്റെ മോൻ. ആദാം, ശേത്ത്, ഏനോശ്, കേനാൻ, മഹലേൽ, യാരദ്, മധൂശലേക്ക്. ശേത്ത്, ഏനോശ്, കേനാൻ, മഹലേൽ, യാരദ്, ഹാനോക്ക്, ആണെന്ന്. ഹാനോക്ക്. അപ്പൊ എത്രാമത്തെ എണ്ണം പറ? ആദാം, ശേത്ത്, ഏനോശ്, കേനാൻ, മഹലേൽ, യാരദ്, ഹാനോക്ക്. എത്രയായി? 7. എന്നെ പ്രയാസം നന്നായിട്ടാണല്ലോ വായിക്കുന്നത്. പിന്നെ എന്നാ കുഴപ്പം? പുള്ളിപ്പച്ചന് എന്റെ ആയുസിൽ ഇയാൾ യോഗത്തിന് പോകുന്നിടത്ത് ഞാൻ ഇനിയും നമ്മൾ കൂടണേ ദൈവത്തെ ഓർത്ത്. ഒന്നും പാടില്ല. ഇവരാരും വായിക്കുന്നില്ല. ദൈവദാസനല്ലേ വായിച്ചു തരുന്നത്. വളരെ സന്തോഷം. അഥവാ എന്തെങ്കിലും തെറ്റ് വന്നാൽ ഞാൻ തിരുത്താം. എനിക്ക് എന്തെങ്കിലും തെറ്റ് വന്നാൽ ദൈവദാസനെ തിരുത്തിക്കോണം. നമുക്കൊരു ധാരണയിൽ പോകാം. ഇനി ഇവരെ വിഷയമല്ല, നമ്മൾ വായിച്ചു ഞാൻ ലീഡ് ചെയ്യുന്നല്ലാതെ ബാക്കിയൊന്നും വായിച്ചു ശരിയല്ല. ദൈവത്തിന്റെ മകൻ ദൈവദാസം വായിച്ചാണ്. അപ്പോ ഈ 7-ാം തലമുറക്കാരാ ഗുണപ്പെട്ട തലമുറയും ഗുണപ്പെടാത്ത തലമുറയും. ഗുണപ്പെടാത്ത തലമുറ ഓടിച്ചു പോകാം. ഗുണപ്പെടാത്ത തലമുറ ആദാം, കയീൻ, ഹാനോക്ക്, ഈരാല, മഹൂയയേൽ, മധൂശലേഖ്, ലാമേക്ക്. ഗുണപ്പെടാത്ത 7-ാമൻ ലാമേക്ക്. ഇനി ഗുണപ്പെട്ട തലമുറ ആദാം, ശേത്ത്, ഏനോശ്, കേനാൻ, മഹലേൽ, യാരദ്, ഹാനോക്ക്. 7-ാമൻ. അപ്പോൾ ഗുണപ്പെട്ട 7-ാമൻ ഹാനോക്ക്. അതാ യൂദാ 14. 7-ാമനായ ഹാനോക്ക്. ഗുണപ്പെടാത്ത 7-ാമൻ ലാമേക്ക്. നിങ്ങൾ അതിൽ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഗുണപ്പെടാത്ത 7-ാമൻ ലാമേക്ക്, ഗുണപ്പെട്ട 7-ാമൻ ഹാനോക്ക്. മനസ്സിലായല്ലോ? നിങ്ങൾക്കേലും മനസ്സിലാകട്ടെ. ഗുണപ്പെടാത്ത 7-ാമൻ ലാമേക്ക്, ഗുണപ്പെട്ട 7-ാമൻ ഹാനോക്ക്. തെറ്റരുതേ. അപ്പൊ ഇനി ചിന്തിക്കുക, ഈ ഗുണപ്പെട്ടവനേക്കാളും കഴിവ് ഗുണപ്പെടാത്തവനാ. അതെ, നിങ്ങൾ എല്ലാ മേഖലയും എടുത്തേ. ഞാൻ ഈ ഗുണപ്പെട്ടത് ഗുണപ്പെടാത്തതെന്ന് ഉദ്ദേശിച്ചത് എന്റെ ഭാഷയിൽ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ പറ്റിയാ. രക്ഷിക്കപ്പെട്ടവരെക്കാളും ചില വിഷയത്തിൽ ഭയങ്കര കഴിവ് രക്ഷിക്കപ്പെടാത്തവർക്കാ. ഇല്ലേ? അതെ. നിങ്ങളെക്കാളും നന്നായിട്ട് ചീത്ത പറയുകയല്ലേ രക്ഷിക്കപ്പെടാത്തവര്? അതോ അവരെക്കാളും നന്നായിട്ട് നമ്മളാണോ? പറ. പക്ഷെ അവരൊന്നും എൻ്റെ ഒപ്പം
ഈയിടെ ഒരു തള്ള എന്നോട് പറഞ്ഞു, എൻ്റെ അതെല്ലാം ഒന്ന് ഫസ്റ്റ് ക്ലാസ് ചീത്ത ഇരിപ്പുണ്ടെന്ന്. എന്നോട് പറഞ്ഞതാ, ഞാൻ പാസ്റ്റോട് പറയത്തില്ല, ആത്മാവിൽ അയച്ചു ഇറങ്ങി വന്നാ തള്ള പറഞ്ഞേ, എന്നോടാ പറഞ്ഞത്. ഫസ്റ്റ് ക്ലാസ് ചീത്ത ഇരിപ്പുണ്ടെന്ന്. എന്നാലും മറ്റവരോടത്തോളം ഓക്കുകയല്ല. അപ്പോൾ ഗുണപ്പെട്ടവനേക്കാളും കഴിവ് ഗുണപ്പെടാത്തവനാ. ഒരു ഉദാഹരണം വേണേ പറയാം. ഉദാഹരണമാണേ, എല്ലാവരും യോജിക്കുകയല്ല എങ്കിലും പറയാം. സംഗീത ലോകത്ത് ഇപ്പോൾ കേരളത്തിൽ അല്ല ഇന്ത്യയിലും ആണെങ്കിലും സംഗീത ശുശ്രൂഷ അല്ലെ സംഗീതം ചെയ്യുന്നവരുടെ ഇടയിലെ പേരും പ്രശസ്തിയൊക്കെ പ്രമുഖമായിട്ട് കേരളത്തോടൊക്കെ ബന്ധപ്പെട്ട് പറയുമ്പോൾ യേശുദാസ ഗാനഗന്ധർവൻ എന്നാ, അല്ലയോ? അല്ലേ പോൾസനെ? അതെ, ഗാനഗന്ധർവനാ. പോൾസനുമൊക്കെ നന്നായിട്ട് പാടും, ഈ സഹോദരിയും പാടും. ഞാൻ പാടുന്നെന്ന് പറയത്തില്ല, ഞാൻ പറയുക പാടുന്നെന്ന് ഞാൻ പറയത്തില്ല, കാരണം നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അറിയാം. അടുത്ത കാലത്ത് ഒരു തള്ള പറഞ്ഞു, നിങ്ങൾ രണ്ടുകൂടെ കടന്ന് കാറുന്ന എന്തിനാന്ന്. അവർ പാടുന്നെന്ന് പോലും അല്ല പറഞ്ഞേ. അതാ ശരി, അപ്പൊ ഞാൻ പാടുന്നില്ല. ഇവരൊക്കെ നന്നായിട്ട് പാട്ട് പാടും ക്രൈസ്തവ ലോകത്തില്. എന്നാലും യേശുദാസിന്റെ അത്ര ഓക്കുവെന്ന് എനിക്ക് തോന്നുന്നില്ല. പറ. അവരൊക്കെ പാടുന്നത് കേട്ടാൽ സംഗീതം അഭ്യസിച്ചിട്ടുള്ളവർക്കറിയാം. വിശേഷിച്ച് കച്ചേരി അല്ലാത്ത പാട്ടുകൾ പാടുമ്പോൾ അത്ര പ്രയാസമില്ലെങ്കിലും കച്ചേരിക്ക് ആ കണക്കും കാര്യമൊക്കെ സ്തോത്രം രാഗമൊക്കെ വിസ്തരിക്കുന്ന കേട്ടാ അന്തം വിട്ടുപോവുക. ഭയങ്കര കഴിവാ. സ്തോത്രം. നമുക്ക് പിന്നെ രാഗവും ഇല്ല. അല്ല, രാഗം അറിയാതിരിക്കുന്നത് നല്ലതാ. അറിഞ്ഞാൽ നമ്മൾ ചില പാട്ട് പിന്നെ പാടുകയും പിന്നെ വിവാഹ ശുശ്രൂഷയുടെ നല്ല അന്തരീക്ഷത്തിൽ പാടുന്ന പാട്ടുണ്ടല്ലോ, ഇന്നീ മംഗലം. കരുണ ചെയ്യുക. ഇവിടെ കല്യാണം നടന്നിട്ടില്ലേ? നിമംഗലം കരുണ ചെയ്യുക എന്നും കനിവുള്ള ദൈവമേ. ഇന്നീ മംഗലം ജോപിക്കുവാൻ കരുണ ചെയ്യുക ദൈവമേ. കരുണ ചെയ്യുക എന്നും കനിവുള്ള ദൈവമേ. അതൊരു രാഗമാണ്. അപ്പൊ ഇത് ആ ശുശ്രൂഷയുടെ പ്രധാനപ്പെട്ട സമയത്ത് പാടുന്ന പാട്ടാ. എനിക്ക് ഞാൻ പാട്ട് പാടിക്കേ. ഇന്നീ മംഗലം ജോപിക്കുവാൻ കരുണ ചെയ്യുക എന്നും കനിവുള്ള ദൈവമേ. കരുണ ചെയ്യുക എന്നും കനിവുള്ള ദൈവമേ. നിന്നാട്ടിക്കാനാവിൽ മണ്ണി പന്തൽ പണ്ടലങ്കടിച്ചു. നിന്നാട്ടിക്കാനാവിൽ മണ്ണി പന്തൽ പണ്ടലങ്കടിച്ചു. നിന്നാട്ടിക്കാനാവിൽ മണ്ണി പന്തൽ പണ്ടലങ്കടിച്ചു. നിന്നാട്ടിക്കാനാവിൽ മണ്ണി പന്തൽ പണ്ടലങ്കടിച്ചു. അനുരസമിതുണ്ടാക്കി എന്നപ്പോൾ നേരം വന്നു. അനുരസമിതുണ്ടാക്കി എന്നപ്പോൾ നേരം വന്നു. ഇന്നീ മംഗലം സ്ഥാപിക്കുവാൻ കരുണ ചെയ്യുക എന്നും കനിവുള്ള ദൈവമേ. അപ്പൊ ഇത് നല്ല ഒരു രാഗം.
പറയാൻ ഒക്കത്തില്ല പലതും. ആനന്ദ ഭൈരവിയാന്നാ പറയുന്നത്. അർത്ഥം അറിഞ്ഞാൽ ഇനി പാടുകയില്ല. ഇവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവർ പിന്നെ പറയും. എല്ലാം ഒന്നും മൈക്കിൽ കൂടെ പറയാനൊക്കത്തില്ല, തല്ലുകൊണ്ട് ഊപ്പാട് വരും. ഒന്നാതെല്ലാം പരുവക്കേടിയിരിക്കുക, വഴിയാന്നതിലും മോശമാണ്, ഓടിപ്പോകാനും വെറുതെ തല്ല് കൊള്ളണ്ട. അത്യാവശ്യമാണേ അമ്മയ്ക്ക് ഞാൻ തല്ല് കൊള്ളാനുള്ള മാർഗം പറഞ്ഞും തരാം. ഈ പ്രായത്തിൽ കൊള്ളാതിരിക്കുന്നതാണ് നല്ലത്. അപ്പൊ അല്ല, ഒരു വിധത്തിൽ പറഞ്ഞാൽ ചിലത് അറിയാതിരിക്കുന്നതും നല്ലതാ ആട്ടെ. അപ്പൊ ഗുണപ്പെട്ടവനേക്കാളും എല്ലാ കാലത്തും ഗുണപ്പെടാത്തവനാ കഴിവ്. അതെ, കർത്താവ് അങ്ങനെ പറഞ്ഞല്ലോ, ഈ ലോകത്തിലെ മക്കൾ വെളിച്ച മക്കളേക്കാൾ തങ്ങളുടെ തലമുറയിൽ ബുദ്ധിയേറിയവരാ. വെളിച്ച മക്കൾ ദൈവമക്കൾ, വെളിച്ച മക്കളേക്കാൾ ബുദ്ധിയുള്ളവരാ ഈ ലോകത്തിലെ മക്കള്. തെളിവ്, ഗുണപ്പെടാത്ത ഹാനോക്ക്, എന്റെ ഭാഷയിൽ അങ്ങ് പറയാ, ഗുണപ്പെടാത്ത ഹാനോക്കിന് ഒരു ഭാര്യ, ഗുണപ്പെടാത്ത ലാമേക്കിന് 2 ഭാര്യ. അപ്പൊ കഴിവാർക്കാ? പിന്നെ വായിച്ച് 19-ാം വാക്യം, ഉൽപ്പത്തി 4:19. പെട്ടെന്ന് ലാമയ്ക്ക് 2 ഭാര്യമാരെ എടുത്തു. മതി. ലാമയ്ക്ക് 2 ഭാര്യമാരെ എടുത്തു. പണ്ട് ഒരു യോഗത്തിന് പ്രസംഗിച്ചപ്പം ഫ്രണ്ടിയിരുന്ന ഒരുത്തൻ എന്നോട് ചോദിച്ചു, എടുത്തോന്ന്. അവൻ ഫ്രണ്ടിയിരുന്ന എന്നോട് ചോദിക്കുക, അവന്റെ ബുദ്ധി. ലാമയ്ക്ക് 2 ഭാര്യമാരെ എടുത്തു എന്നാ വായിച്ചത്. ഉടനെ അവൻ എന്നോട് ചോദിച്ചു. ഞാൻ പിന്നെ അവനെ തെറ്റിദ്ധാരണ വരെ ഞാൻ പറഞ്ഞു, എടുത്തെന്ന് പറഞ്ഞ 2 പെണ്ണുങ്ങളെ ഇങ്ങോട്ട് എടുത്തെന്നല്ല, അവൻ 2 സ്ത്രീകളെ വിവാഹം കഴിച്ചു. അപ്പൊ ഹാനോക്കിന് 1 ഭാര്യ, ഗുണപ്പെടാത്ത ലാമേക്കിന് 2 ഭാര്യ. അപ്പൊ കഴിവാർക്കാ? ഗുണപ്പെടാത്തവനാ. പിണങ്ങായിരിക്കാമെങ്കിൽ പറയാം, ദൈവത്തിന്റെ മഹാകരുണയാൽ എനിക്കും നിങ്ങൾക്കും ഉഭയസമ്മതത്തിന്റെ ഉടമ്പടി വാചകത്താൽ ദൈവദാസന്മാരുടെ സാന്നിധ്യത്തിൽ ദൈവകൃപയിൽ ശരണപ്പെട്ട് കൈപിടിച്ച് 1 ഭാര്യയെ ദൈവം നമുക്ക് തന്നിരിക്കുക. എന്നേക്കാൾ പ്രായമുള്ളവരും ജീവിതത്തിൽ ഇരുത്തം വന്നവരും വിജ്ഞാനമുള്ളവരും പക്വതപ്പെട്ടവരുമാ. ഈ 1 ഭാര്യയായിട്ട് നമ്മൾ 2, 5, 8, 10, 20, 30, 50 കൊല്ലം മരണം വരെ, അതാ പ്രമാണം. നമ്മുടെ കഴിവിന്റെ പരമാവധി പരിശ്രമിച്ച ഈ ഒരെണ്ണത്തിന് ഇതുവരെ പറ, നിങ്ങൾ പറ, ഇല്ലേ? മിണ്ടുന്നില്ല. അയ്യോ, വാ തുറന്ന് എന്തേലും പറ. അല്ലേ? നിങ്ങളെക്കാൾ നീളക്കുറവ്, നിങ്ങളെക്കാൾ പ്രായക്കുറവ്, നിങ്ങളെക്കാൾ ആരോഗ്യക്കുറവ്, നിങ്ങളെക്കാൾ കഴിവ് കുറവ്. പക്ഷേ കഴിവിന്റെ പരമാവധി പരിശ്രമിച്ച ഈ ഒരെണ്ണത്തിന് ഇത്രയും നാളും കൊണ്ട് നടന്ന ഇല്ലേ? അന്നേരം ഒരുത്തൻ 2 എണ്ണത്തിന് കൂളായിട്ടുമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അവരോട് വീരസ്യോഗം പറയുന്നുണ്ട്. അപ്പം ഗുണപ്പെട്ടവനേക്കാളും കഴിവ് ഗുണപ്പെടാത്തവന്. അതാണ് ലാമേക്ക്. ഇനി അവനുണ്ടായ പിള്ളേർ അതിലും മിടുക്കന്മാരാ. അയ്യോ, ഗുണപ്പെടാത്തവനുണ്ടായ തലമുറ അതിലും മെച്ചത്തിന് മെച്ചം. അടുത്ത വാക്യം വായിച്ച്, ലാമേക്ക് 2 ഭാര്യമാരെടുത്ത് ഒരുത്തിക്ക് ആദായെന്നും മറ്റവർക്ക് സില്ല എന്നും പേർ. ആദാ യാബലിനെ പ്രസവിച്ചു. ആദാ യാബാലിനെ പ്രസവിച്ചു. അവൻ കൂടാരവാസികൾക്കും പശുപാലകന്മാർക്കും പിതാവായി. അവൻ ടെന്റ് മേക്കർ. കൂടാരമടിച്ചവൻ യോഗം നടത്തും. ആള് വന്ന് എരച്ചു കയറുക. കഴിവാ. ടെന്റ് മേക്കർ, ടെന്റ് അടിച്ച അവൻ പരിപാടി. മല്ലപ്പള്ളിയിലും റാന്നിയിലും കോട്ടയത്തും കോടിമതയിലും കോഴിക്കോട്ടും പുനലൂരും ടെന്റ് അടിച്ച് ഭയങ്കര വമ്പം പരിപാടി നടത്തുക. നമ്മൾ അന്നേരം ഒരു പഴയ ഹോളുമായിട്ടിരിക്കുക. പാടിമണ്ണില് 60 അടി നീളവും 20 അടി വീതിയും, ഒരു വശം പൊട്ടിയൊരു തമ്പേറും ജാതം പെടാത്തൊരു തള്ളയും തോത്രം പെടാത്തൊരു മൂപ്പിലായും നമ്മൾ ഇരിക്കുക പാടിമണ്ണില്. തീ എത്തിക്കുക. എന്നിൽ ഈ തള്ള ഇനി കത്താനാന്നോ? എന്നെ കത്താനാ? അതിന്റെ കാലമൊക്കെ കഴിഞ്ഞ് നീ കത്തിട്ടൊന്നും വെക്കല് കാര്യമൊന്നുമില്ല.
കുത്തിയിരുന്ന് ഉറങ്ങുക കത്ത് വന്ന്. അപ്പൊ നിങ്ങൾ ചിന്തിച്ചേ, അന്നേരം മറ്റവൻ അപ്പുറം ടെന്റ് അടിച്ച് പരിപാടി നടക്കുന്നത് ടെന്റ് മേക്കർ. അത് അവൻ കൂടാരവാസികൾക്കും പശുപാലകന്മാർക്കും പിതാവ്. പിന്നെ അവന്റെ ബ്രദർ യൂബാൽ, അവന്റെ സഹോദരൻ യൂബാൽ അവന് ഇവൻ കിന്നരവും വേണവും പ്രയോഗിക്കുന്നവർക്ക് എല്ലാവർക്കും പിതാവായി പിതാവ് എന്ന് പറഞ്ഞാൽ തലമുറകൾക്ക് ഭയങ്കര കഴിവ്. ഇങ്ങനെ കഴിവുള്ള കാലത്താണ് ഹാനോക്കിനെ പറ്റി പറയുന്നത്. ഞാൻ ഓടിച്ച ഭാഗം അങ്ങ് വിടാം. യൂദാ പറയുകയാ, ഹാനോക്ക് പ്രവചിച്ചു. എന്തുവാ ഹാനോക്ക് പ്രവചിച്ചത്? ഹാനോക്കിനെ പറ്റി 1-2 കാര്യങ്ങളൊന്ന് വായിച്ചേച്ച് ആ പ്രവചനവും പറഞ്ഞങ്ങ് മെസ്സേജ് നിർത്താം. ഹാനോക്കിന്റെ വിശേഷത, ഈ വല്ലാത്ത കാലത്ത് ഈ 2 ഭാര്യമാരുമായിട്ടും വഴിവിട്ടും ടെന്റ് മേക്കർമാരും ഗുണ്ടായിസമൊക്കെ കാണിക്കുന്ന തലമുറ. കാരണം ഇരുമ്പും ചെമ്പ് കൊണ്ട് ആയുധം ഉണ്ടാക്കുന്ന രത്നം ഇവളണിയില്ലെങ്കിലും കനകവും മുത്തും രത്നം ഇവളണിയില്ലെങ്കിലും കനകവും മുത്തും രത്നം ഇവളണിയില്ലെങ്കിലും കനകവും മുത്തും രത്നം ഇവളണിയില്ലെങ്കിലും സൂഖിയാമിവൾ കണ്ട ബഹുരമണീയമാ സുമുഖിയാമിവൾ കണ്ട ബഹുരമണീയമാ അംബജറോശലേ അംബജറോശലേ അംബരം കാഴ്ചയിൽ എന്തു മനോഹരം അമ്പരവരുന്തു മനോഹരം അംബജറോശലേ കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. ആട്ടെ, സമയം അതിക്രമിച്ചു. ഇനി ദീർഘമാക്കുന്നില്ല. പെട്ടെന്ന് ചില കാര്യങ്ങൾ പറഞ്ഞ് ചെടിയാണെന്ന് വാക്യം വായിച്ചോണേ. മുമ്പേ വായിച്ച പോലെ നമ്മൾ 2 പേരും താമസിക്കാനൊക്കെയല്ല, 2 പേരും സ്പീഡിൽ പോയെങ്കിലും ഒക്കെ ഉള്ളു. അപ്പോൾ 7-മനാകുന്ന ഹാനോക്ക്, ഈ ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്ന ഹാനോക്ക. കൊടപ്പെടാത്ത ലാമേക്കിന് 2 ഭാര്യമാരും 4 പിള്ളേര്, യാബാലും യൂബാലും തൂബൽ കയ്യിനും അവരുടെ പെങ്ങള് നയമ. ഇതെല്ലാം ഒന്നുകൊന്നുക്ക് പരുവക്കേട. ഒരുത്തൻ ടെന്റ് മേക്കർ, മറ്റവന് കിന്നരവും വേണവും വായിക്കുന്നവർക്ക് അവൻ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്യും. കുണപ്പെട്ടതല്ലെങ്കിലും അവൻ കയറി നിന്ന് പിടിച്ചാൽ ചുമ്മാ വഴി കൊണ്ട് നമ്മൾ ബേബിയും തുള്ളിപ്പോവും. ആ പരുവത്തിന് അവനത് കൈകാര്യം ചെയ്യുന്നവന്. പിന്നെ വായിച്ചു കഴിഞ്ഞാൽ അവന് ആട്ടെ. അപ്പോൾ അവന് കിന്നരവും വേണവും ഒക്കെ പ്രയോഗിക്കുന്നവർക്ക് തലതൊട്ടപ്പൻ. യവന്റെ സില്ല ഒരുത്തനെ പ്രസവിച്ചു തൂബൽ കൈ. യവനാണെങ്കിൽ ഇരുമ്പും ചെമ്പും കൊണ്ട് അവന് സഭയിലാണെങ്കിൽ ഗുണ്ടായുസം ഉള്ളവനാ. ഇടികെട്ട, നെഞ്ചക്ക, വടിവാള്, മുളക് പൊടി ഒക്കെ ആയിട്ട് അവൻ സഭായത്തിനും വരുന്നത്. അവന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവൻ കഥാരുടെ കാലെടുത്ത് അടിക്കും. പണ്ടൊരുത്തൻ ഇരുമ്പ് ജനന്റെ പട്ട എടുത്തൊരുത്തനിട്ട് അടിച്ചു. ഒരുത്തൻ കുത്തി. അപ്പൊ ഇതിനെല്ലാം അതൊക്കെ ആയിട്ടായി വരുന്ന അതൊക്കെ ഉണ്ട്, ഒത്തിരി ഉണ്ട് ഇതിനകത്ത്. പോട്ടെ. അപ്പോൾ ഇങ്ങനെയുള്ളവന്മാരും ഇതിനകത്തുണ്ട്. എന്നാൽ അവരുടെ നടുവിലാണ് ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ഹാനോക്ക് എന്താ പ്രവചിച്ചത്? പ്രവചിക്കാൻ കാരണമെന്ന ഹാനോക്കിന്റെ വിശേഷത ഒന്ന്, അവൻ ദൈവത്തോട് കൂടെ നടന്ന ഹാനോക്ക്. 5-ാം അധ്യായത്തിന്റെ 24. ഞാനത് വിശദീകരിക്കുന്നില്ല, പോയിന്റ് മാത്രം പറഞ്ഞേക്കാം, നിങ്ങൾക്കറിയാം. എങ്കിലും ഒന്ന് ഓടിച്ച് 5-24, ഉൽപ്പത്തി 5-24. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. 1, ദൈവത്തോട് കൂടെ നടന്ന ഹാനോക്ക്. 2, ദൈവത്തെ പ്രസാദിപ്പിച്ച ഹാനോക്ക്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിന്റെ 2-ാമത്തെ ലാസ്റ്റ് ഭാഗം വായിച്ച്. ദൈവത്തെ പ്രസാദിപ്പിച്ച ഹാനോക്ക് വായിച്ചേ. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. 5-ന്റെ ലാസ്റ്റ് വായിച്ചു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് ഹാനോക്കിന്റെ പ്രത്യേകത 1, ദൈവത്തോട് കൂടെ നടന്ന ഹാനോക്ക്. 2, ദൈവത്തെ
പ്രസാദിപ്പിച്ച. ഞാനിതൊക്കെ നിന്ന് വിസ്തരിക്കണമെന്ന് ചിന്തിച്ചതാ, അതിന് മുതിരുന്നില്ലെങ്കിലും സമയം പോയപ്പോൾ നിങ്ങൾ ഇത്രയും പേര് സഹകരിച്ചിരുന്നല്ലോ, അതിന് വളരെ ബഹുമാനവും നന്ദി. ഇനി മൂന്നായി ഹാനോക്കിന്റെ പ്രത്യേകത, ആ തലമുറയിൽ ആയുസ് കുറവായിരുന്നു ഹാനോക്കിന്. ആ തലമുറയിൽ ആയുസ് കുറവുള്ള വ്യക്തിയായിരുന്നു ഹാനോക്ക്. ആ ഉൽപ്പത്തി പുസ്തകം 5:23 ഒന്ന് വായിച്ചേ. 5:23. ഹാനോക്കിന്റെ ആയുഷ്കാലം ആകെ 365 സംവത്സരമായിരുന്നു. അപ്പോൾ ആ കാലത്ത് എല്ലാവർക്കും ആയുസ് കൂടുതലുള്ളതാ. 930, 969, 805, 815 ഇങ്ങനെ ആയുസ് കൂടുതലുള്ള തലമുറകളുടെ നടുവിൽ ദൈവത്തോട് കൂടെ നടന്ന ഹാനോക്കിന് ആയുസ് കുറവായിരുന്നു. 365 സംവത്സരം ആയുസ് കുറവായിരുന്നു. ഇനി 4, ഈ ഹാനോക്കിന്റെ ഒരു വിശേഷത, 10 കെട്ടവരുടെ നടുവിൽ ജീവിച്ചവനാ ഹാനോക്ക്. യൂദാ 15 വായിച്ചേ. യൂദാ 15. ഇതാ കർത്താവ് എല്ലാവരെയും വിധിക്കുവാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തികെട്ട പാപികൾ തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തികെട്ടവരെയൊക്കെയും ബോധം വരുത്തുവാനും. അവിടെ 10 കെട്ടെന്ന് പല പ്രാവശ്യം ഒറ്റവാക്കി പറഞ്ഞാൽ 10 കെട്ടവരുടെ നടുവിൽ ജീവിച്ചവനാ സ്തോത്രം. ഇനി 5 ഹാനോക്കിന്റെ പ്രത്യേകത, ഈ ഹാനോക്ക് എടുക്കപ്പെട്ട ഹാനോക്ക. അതാണല്ലോ എബ്രായർ 11:5 ദൈവവനെ എടുത്തുകൊണ്ടതിനാൽ. 11:5 എടുക്കപ്പെട്ട ഹാനോക്ക് വായിച്ചേ. 11:5 എബ്രായർ പെട്ടെന്ന്. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. അപ്പോൾ എടുക്കപ്പെട്ട ഹാനോക്ക്. 6 മരണത്തിന്റെ മണമടിക്കാഞ്ഞ ഹാനോക്ക്. 5-ാം വാക്യത്തിലല്ല, മരണത്തിന്റെ മണമടിക്കാഞ്ഞ ഹാനോക്ക്. ദൈവത്തിന് സ്തോത്രം. ഉൽപ്പത്തി 5:24 പഠിക്കുമ്പോൾ കാണാതായ ഹാനോക്ക്. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ ഇതാണ് ഹാനോക്കിന്റെ ഒരു ചെറിയ പഠനം. വേറെ വാക്യങ്ങൾ ചേർത്ത് കോർത്തിണക്കി പറയണതിന് ഇപ്പൊ മുതിരുന്നില്ല. ഇപ്പൊ തന്നെ ഇതുങ്ങളെല്ലാം എന്ത് സഹകരിച്ചിരുന്നു. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്ന ഹാനോക്ക്. ദൈവം അവനെ എടുത്തുകൊണ്ടു. ഈ ഹാനോക്ക് പ്രവചിച്ചു. ഓടിച്ചു പറയുക, എന്തുവാ ഹാനോക്ക് പ്രവചിച്ചത്? പ്രധാനമായി ഹാനോക്ക് പ്രവചിച്ചത് 2 കാര്യം. ഒന്ന്, വരുവാനിരിക്കുന്ന വെള്ളപ്പൊക്കത്തെ പറ്റി ഹാനോക്ക് പ്രവചിച്ചു. എന്ന് പറഞ്ഞാൽ വിസ്തരിച്ചു പോകുന്നില്ല. ഹാനോക്കിന് 65 വയസ്സ് ആയപ്പോൾ സ്തോത്രം തനിക്ക് മകൻ ജനിച്ചു. വായിച്ചേ ഉൽപ്പത്തി പുസ്തകം 5:24 ഒന്നുകൂടെ വായിച്ചാട്ടെ. ഓടിച്ചു വായിച്ചോ. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. മെഥൂശലഹിന് 187 വയസ്സായപ്പോൾ ഹാനോക്കിന് 65 വയസ്സായപ്പോൾ ജനിപ്പിച്ചു. അവൻ മെഥൂശലഹിനെ ജനിപ്പിച്ചു. അപ്പോൾ 65-ാമത്തെ വയസ്സിൽ മെഥൂശലഹിനെ ജനിപ്പിച്ചു. അടുത്തത് മെഥൂശലഹിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോട് കൂടെ നടക്കുകയും 300 കൊല്ലം ദൈവത്തോട് കൂടെ നടന്നു. അപ്പോൾ ഈ മെഥൂശലഹ് എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന ഒരർത്ഥം, ഇവന്റെ കാലത്തിന് ശേഷം അത് സംഭവിക്കും. വിസ്തരിക്കാൻ നേരമില്ല, നിങ്ങൾക്കറിയാം, ദൈവദാസന്മാർക്കറിയാം. എന്ന് പറഞ്ഞാൽ വേറെ പഠിതാക്കൾ പറയുന്നത്, മെഥൂശലഹ് ജനിച്ചപ്പോൾ ഹാനോക്ക് ഒരു വെളിപ്പാട് കണ്ടു. നോഹ കാലത്ത് വരാൻ പോകുന്ന വലിയ ജലപ്രളയം ആത്മാവിൽ കണ്ടു. അത് കണ്ടേച്ച് ചെറുക്കന് പേരിട്ടു മെഥൂശലഹ്. എന്ന് പറഞ്ഞാൽ ഇവന്റെ കാലത്തിന് ശേഷം അത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ വെള്ളപ്പൊക്കം. അപ്പോൾ വരുവാനുള്ള ജലപ്രളയം ഹാനോക്ക് ആത്മാവിൽ കണ്ടു. അതാ ഒന്നാമത്തെ പ്രവചനം. 2-ാമത്തെ പ്രവചനം, 1000 വിശുദ്ധന്മാരോടുകൂടി കർത്താവ് വരുന്നതിനെ പറ്റി ഹാനോക്ക് ആത്മാവിൽ കണ്ടു. ഞാൻ വിശദീകരിക്കുന്നില്ല. 1000 വിശുദ്ധന്മാരുമായിട്ട് കർത്താവ് വരുന്നത് ഹാനോക്ക് ആത്മാവിൽ കണ്ടു. ഞാനൊരു കാര്യം പറയാം. യേശു ക്രിസ്തുവിന്റെ 1-ാമത്തെ പ്രത്യക്ഷതയെ പറ്റി പോലും ആരും കാണാതിരിക്കുന്ന കാലത്ത് ഹാനോക്ക് യേശു ക്രിസ്തുവിന്റെ 2-ാമത്തെ പ്രത്യക്ഷതയുടെ 2-ാം ഘട്ടം ആത്മാവിൽ കണ്ടു. മനസ്സിലായല്ലോ? 1-ാമത്തെ പ്രത്യക്ഷതയെ പറ്റി പോലും ഒരുത്തരും അറിയാനും കാണാതിരിക്കുമ്പോൾ ഹാനോക്ക് 2-ാം വരവിന്റെ 2-ാം ഘട്ടം ആത്മാവിൽ കണ്ടിട്ട് പറയുക, 1000 വിശുദ്ധന്മാരുമായി നമ്മുടെ കർത്താവ് വരുന്നു. അവർ 2 കാര്യമാണ് പ്രവചിച്ചത്. വിസ്തരിക്കുന്നില്ല. 1 വെള്ളപ്പൊക്കം, 2 1000 വിശുദ്ധന്മാരുമായിട്ട് കർത്താവ് വരുന്നു. ഈ 2 കാര്യം കണ്ട് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഹാനോക്ക് ഒരു തീരുമാനമെടുത്തു. ഞാൻ ഇനി ദൈവത്തോട് കൂടെ നടക്കുന്നുള്ളൂ. 300 കൊല്ലം നടന്നു.
ദൈവം അവനെ എടുത്തുകൊണ്ടു, കാണാതായി. ഇത് ഉൽപ്രാപണം പ്രാപിക്കാനിരിക്കുന്ന വിശുദ്ധന്മാർക്ക് നിഴല എന്ന് പറഞ്ഞാൽ, ഈ ദുഷ്ടലോകത്തിൽ, പാപലോകത്തിൽ, അക്രമമുള്ള, അനീതിയുള്ള, വഞ്ചനയുള്ള, വിദ്വേഷമുള്ള, വൈരാഗ്യമുള്ള ഈ ലോകത്തിൽ ഞാനും നിങ്ങളും യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് വെള്ളത്തിൽ മുങ്ങി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് ആത്മസ്നാനം പ്രാപിച്ച് ആത്മനിറവിൽ ദൈവത്തെ ആരാധിച്ച് വേർപാട് പാലിച്ച് തിരുമേശയെടുത്ത് കൂട്ടായ്മ ആചരിച്ച് അപ്പോസ്തലിക ഉപദേശത്തിൽ നിന്ന് അവൻ ശക്തമായി കർത്താവിന് വേണ്ടി പ്രവർത്തിച്ച് ഓരോ ദിവസവും മാനസാന്തരപ്പെട്ട് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസ്സാക്ഷിയോടെ ജീവിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു വീണ്ടും വരും. അതാ നമ്മുടെ പ്രതീക്ഷയും പ്രത്യാശയും. ഈ വിഷയം ഹാനോക്ക് ആത്മാവിൽ കണ്ടു. വെള്ളപ്പൊക്കം കണ്ടു. വെള്ളപ്പൊക്കം കണ്ടപ്പോൾ ഹാനോക്ക് ഒരു തീരുമാനമെടുത്തു, ആ വെള്ളപ്പൊക്കത്ത് ഞാനും എൻ്റെ പിൻതലമുറകളും പെട്ടുപോകരുത്. 2,000 വിശുദ്ധന്മാരുമായിട്ട് കർത്താവ് വരുന്നു. ആ വരവിലും ആ കൂട്ടത്തിൽ ഞങ്ങളും കാണണം. ഈ 2 കാര്യം അറിഞ്ഞപ്പോൾ ഹാനോക്ക് ഒരു തീരുമാനമെടുത്തു, ഇനി ഞാൻ ദൈവത്തോട് കൂടെ അങ്ങ് നടക്കും. 2 ഭാര്യയെ വെച്ചോണ്ട് നടക്കുന്ന ആ ലാമയ്ക്ക് അതിലെ നടപ്പുണ്ട്. അത് നമ്മുടെ വിഷയമല്ല. ചെല്ലു പറയാറുണ്ടല്ലോ, പക്ഷേ എനിക്ക് നന്നായിട്ടൊക്കെ ജീവിക്കണമെന്നുണ്ട്, പക്ഷേ ഞങ്ങളുടെ ചുറ്റുപാട് അത്ര അയ്യോടി അങ്ങനെ തന്നെ ഹാനോക്ക് പറഞ്ഞാൽ മതി. ഒരു 2 എണ്ണമായിട്ടാണ് കിടക്കുന്നത്. അതിന് നടുവിലാ ഈ പുള്ളി ദൈവത്തോട് കൂടെ നടക്കുന്നത്. നിനക്ക് നടക്കണമെന്ന് വെച്ചാൽ നടക്കാം. സ്തോത്രം. നീ അവരെ ഇവരെയും പഴി പറയരുത്. അവര് ശരിയല്ല, ഇവര് ശരിയല്ല, ആ വീട്ടുകാർ ശരിയല്ല, അതൊന്നും നമ്മുടെ വിഷയമല്ല. നീ ദൈവത്തോട് കൂടെ നടക്കണം. ചെല്ലു പറയാ, ഞങ്ങളുടെ വീട് ശരിയല്ല, അതുകൊണ്ടാണ് ഞാൻ വീടല്ല, നീയാ ശരിയാകാത്തത്. സ്തോത്രം. മുഴുവൻ കൊടവെറ്റി നടക്കുക. അലാമയൊക്കെ അവന്റെ പിള്ളേരെ തൂവൽ കയ്യിന് ആമയാബാല യൂബാലെല്ലാം കുണ്ടായി സ്വന്തർക്കോ മാനോ കലകോ ഒക്കെ ആയിട്ട് നടക്കുമ്പോൾ അതിന്റെ നടുവില തേണ്ടൊരുവൻ ദൈവത്തോട് കൂടെ നടക്കുന്നു. അക്രമമുള്ള, അനീതിയുള്ള, വഞ്ചനയുള്ള, ഇസങ്ങളുള്ള ഈ ലോകത്തിൽ നാസിസോ, ബാസിസോ, എത്തിസോ, ബാന്തിസോ, കമ്മ്യൂണിസോ, ലീഗലിസോ, മോഡേണിസോ ഒക്കെ ഉള്ള ഈ ലോകത്തിൽ അനീതിക്കാരും വഞ്ചനയിൽ രസിക്കുന്നവര്, തന്നിഷ്ടക്കാരും താനോദികളും ഭോഗപ്രിയരും മോഹപ്രിയരും നാട്ടുകാരും നികളികളും ഒക്കെയായുള്ള ധാരാളം ആൾക്കാർ കൊല്ലിനും കൊലപാതകത്തിനും അക്രമത്തിനും അനീതിക്കും വാസന കയറി അതൊക്കെ ചെയ്യുന്ന ദുഷ്ടലോകത്തിലാണ് ഞാനും നിങ്ങളും പാർക്കുന്നത്. ഇങ്ങനെയുള്ള ഈ ലോകത്തിലും നീ ദൈവത്തോട് കൂടെ നടക്കണം. നീ ദൈവത്തിന്റെ കൂടെ നടക്കണം. നീ ദൈവത്തോട് ചേർന്ന് നടക്കണം. അവരെ ചേർക്കാൻ യേശു വീണ്ടും വരും. തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരുടെ രക്ഷയ്ക്ക് പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷമാകും. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ഈ ഒരു ഹാനോക്ക് നടക്കാൻ കാര്യം, ഈ പിള്ളേരോട് ഹാനോക്ക് പറഞ്ഞു. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടക്കാൻ ഒരു കാരണം കൂടെ ഉണ്ട്. 2 കാരണം ഞാൻ പറഞ്ഞു പുസ്തകത്തിന്റെ വെളിച്ചത്തിൽ. 1, വെള്ളപ്പൊക്കത്തിൽ പെട്ടുപോകരുത്. 2, 1000 വിശുദ്ധന്മാരുമായിട്ട് കർത്താവ് വരുന്ന ആ സദസ്സിൽ ഞാനും എൻ്റെ മക്കളും കാണണം. ഈ 2 കാര്യം അകത്ത് കയറിയപ്പോൾ ഒരു തീരുമാനമെടുത്തു, എന്ത് വന്നാലും എന്ത് പ്രശ്നം വന്നാലും ഞാൻ ദൈവത്തോട് കൂടെ നടക്കും. 1-2 കൊല്ലമല്ല, 300 കൊല്ലം. നമ്മൾ ആകെ കൂടെ നടക്കുന്നത് സഭായത്തിന് 2 മണിക്കൂർ ഞെങ്ങി ഞെരുങ്ങി കഷ്ടിച്ചായിരിക്കുന്നത്. അന്നാരോ ആരാധനയ്ക്ക് ഇരിക്കുമ്പോൾ ഏകാഗ്രതയില്ലല്ലോ, അന്നാരോ മൊബൈലിൽ കളിക്കുകയല്ലേ. നീ സഭായത്തിന് വരുമ്പോൾ ഞാമം കാക്ക വാഴത്തണ്ടായിരിക്കുമ്പോഴായിരിക്കുന്നേ. കണ്ടിട്ടില്ലേ? രാമൻ കാക്ക വാഴത്തണ്ട് കാക്ക കണ്ടിട്ടില്ലയോടാ? എടാ, ആരാധനയ്ക്ക് വരുമ്പോഴെങ്കിലും മൊബൈല് ഓഫാക്കാൻ പറയുന്നില്ല, സൈലന്റിലിടെ. സ്തോത്രം. ഒരു 2 മണിക്കൂർ അല്ലെ 3 മണിക്കൂർ നീ അങ്ങ് ഇരിക്കും, മുടിഞ്ഞു പോകുകയല്ലെന്ന്. അതിനിടെ നിന്റെ സകല ബിസിനസ്സും മാറ്റേ. ഏകാഗ്രതയോടെ ചിത്തശുദ്ധിയോടെ നീ ആ 2-3 മണിക്കൂർ ദൈവത്തെ മഹത്വപ്പെടുത്ത്. ഒരാഴ്ച മുഴുവൻ ദൈവം നിന്നെ സൂക്ഷിച്ചില്ലേ? ഒരാഴ്ച മുഴുവൻ ദൈവം നിന്നെ കാത്തില്ലേ? ദൈവം നിന്നെ പരിപാലിച്ചില്ലേ? നിനക്ക് ആയുസ് തന്നില്ലയോ? നീ ദൈവത്തിനായിട്ട് ഒരു 3 മണിക്കൂർ ഏകാഗ്രതയോടെ ഇരിക്കുക. തങ്കലേകാർഗിത്തന്മാർക്ക് തന്നെത്താൻ ബലമാണെന്ന് കാണിക്കേണ്ടതിന് യഹോവയുടെ കണ്ണ് ഭൂമിയിലല്ലാതെ ഊടാടിക്കൊണ്ടിരിക്കുക. ആരാധനയ്ക്ക് ഇരിക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ പറയുക, എന്റെ ഹൃദയവും എന്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. ദൈവത്തെ ആരാധിക്കുമ്പോൾ ഭക്തികെട്ടവരുടെ നടുവിൽ ഹാനോക്ക് ഭക്തിയോടെ ജീവിച്ചു. ആരാധനയ്ക്ക് വരുമ്പോൾ ഭക്തിയോടെ വരണം. നിങ്ങളുള്ള ഭക്തിയോടെ ഞാൻ ദൈവാലയത്തിൽ ചെന്ന ആ പുസ്തകത്തിൽ 5-7 വായിച്ചു 5-7
സങ്കീർത്തനം 5:7 വായിച്ചു. പെട്ടെന്ന് വായിര്, പെട്ടെന്ന്. മോനെ എടുത്തോ, ചുമ്മാ ഇരിക്കല്ലേ, എടുക്ക. ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് വിശുദ്ധ മന്ദിരത്തിന് നേരെ നിങ്ങളുടെ ഭക്തിയോടെ നിങ്ങളുടെ ഭക്തിയോടെ ആരാധിക്കും. ദൈവത്തെ ആരാധിക്കുന്ന ഭക്തിയോടാ. ഭക്തി കെട്ടല്ല ആരാധിക്കണേ. എടാ, ആരാധനയ്ക്ക് വരുമ്പോൾ അതിന്റെ യോഗ്യത വേണം. ഭക്തിയോടിരിക്കണം. ഭക്തിയോട് ഞാൻ ആ കാര്യത്തിൽ ഹൈന്ദവരെ ബഹുമാനിക്കുന്നു. കത്തോലിക്കരും മോശമല്ല. ഹൈന്ദവരായ സ്നേഹിതന്മാർ ഉപദേശവും വിശ്വാസവും ഒന്നുമല്ല എന്റെ വിഷയം. ഭക്തിയുടെ വിഷയം പറയുക. ഞാനും പണ്ട് പോയിട്ടുണ്ട്. ക്ഷേത്രത്തിൽ ചെന്ന് ദീപാരാധനയുടെ സമയത്ത് എന്ത് ഭക്തിയോടാ നിൽക്കുന്നറിയോ? ഒരു മുട്ടുസൂചി വീണ അറിയും. കണ്ടിട്ടുണ്ടോ? ഭയങ്കര ഭക്തിയാ. ആ നട തുറക്കുന്ന സമയത്ത് വളരെ ഭക്തിയോടാ ഞാൻ പോയിട്ടുണ്ട് വർഷങ്ങള്. ഭയങ്കര ഭക്തിയാ. ആര് സംസാരിക്കുവോ വേറൊന്നും ഒരു അക്ഷരം മിണ്ടിൽ ഇങ്ങനെ നിൽക്കുക. ആ നട തുറക്കുമ്പോൾ ദർശനം കിട്ടാൻ ഭക്തിയാ. കത്തോലിക്കരാകുന്ന സഹോദരന്മാരെ നിങ്ങൾ ചിന്തിച്ച്, പള്ളിയുടെ മിറ്റത്താ നിൽക്കുന്നെങ്കിലും മുണ്ട് വല്ല മടക്കിക്കുത്തല അഴിച്ചിട്ട് വളരെ ഭക്തിയോടാ. ബസ്സിലൊക്കെ പോകുമ്പോൾ കാണാമല്ലോ വലിയ വലിയ പള്ളിയുടെ മിറ്റത്തൊക്കെ നിൽക്കുന്നത്. ഭക്തിയാ. ഒരു ബഹളവും ഇല്ല. പുഴ തെറ്റിയത് കൂടുതലും പെന്തിക്കോസിലാ. ഓതുമ്പം വരിക, ഓതുമ്പം പോകുക, മൊബൈലിൽ സംസാരിക്കുക. അയ്യോ, പാസ്റ്റർമാർ വരെ ഉണ്ടല്ലോ, അവിടെ ഇരുന്നോണ്ടല്ലോ മൊബൈലിൽ സംസാരിക്കുന്നത്. സ്തോത്രം. ഞാൻ കുറ്റമല്ല ഈ പറയുന്നത്. നീ ഭക്തിയോടെ ദൈവത്തെ ആരാധിക്കണം. ഇപ്പൊ ഭക്തി, സാറ് പണ്ടൊരു പാട്ട് പാടി, ഏതായാലും നേരം പോയതൂടെ പാടിയേക്കാം. ഭക്തിയുമ്പൻ ഭക്തി കേട്ട് ചേർത്തിളക്കി തരം പോലെ, ഭക്തിയുമ്പൻ ഭക്തി കേട്ട് ചേർത്തിളക്കി തരം പോലെ, ചെപ്പട്ടിക്കള്ളി സഭ്യരല്ല കലന്മാര്, ചെപ്പട്ടിക്കള്ളി നടത്തു സഭ്യരല്ല. കൊണ്ടുവാ നീ പാപികളെ, കൊണ്ടുവാ നീ. ജോലി മൂലം വേദവാക്യ ശോധനത്തിനിടയില്ലെന്ന്, ജോലി മൂലം വേദവാക്യ ശോധനത്തിനിടയില്ലെന്ന് ഓതിടും ജഡന്മാരെ. കൊണ്ടുവാ നീ പാപികളെ, കൊണ്ടുവാ നീ. സ്ത്രീജനത്തിൻ മിത്രമായി സൂപദേശം കൊടുക്കുന്ന, സ്ത്രീജനത്തിൻ മിത്രമായി സൂപദേശം കൊടുക്കുന്ന പാപമാതു നടിച്ച് പാപികളെ തിരിഞ്ഞ് കൊണ്ടുവാ നീ പാപികളെ, കൊണ്ടുവാ നീ. ഒരു കാര്യം പറയാം, ദൈവത്തെ ആരാധിക്കുമ്പോൾ ഭക്തിയോട് ആരാധിക്കണം. ഭക്തി കെട്ടവരുടെ നടുവിൽ ഞാനും നിങ്ങളും ഭക്തിയോടെ ദൈവത്തെ ആരാധിക്കണം. സ്തോത്രം. അപ്പൊ ഹാനോക്ക് നടക്കാൻ ഇതാ കാരണം. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടക്കാൻ ഒരു കാരണം കൂടെ പറഞ്ഞ ആ ഭാഗം നിർത്തുക. അതാ ചരിത്രത്തില്ല. ആദാമിന്റെ കഥനകഥ ചോദിച്ചാൽ പണ്ട് കാലത്തൊക്കെ അങ്ങനെ കൊച്ചു മക്കളെ വല്യമ്മച്ചിമാരും വല്യപ്പന്മാരും ഒക്കെ അടുത്തിരുത്തി കഥ പറയും. അല്ല, നുണയും കൊതിയും പറയുകയല്ല. ഇരിപ്പം കണ്ടിട്ട് നുണയും കൊതിയും പറയാന്നാ തോന്നുന്നേ. മുഖമൊക്കെ അങ്ങ് തെളിയട്ടെ. കൊച്ചുങ്ങളെ വിളിച്ച് കുരുക്കൊപ്പിച്ച് കൊടുക്കരുത്. വേറെ പുസ്തകത്തിലെ കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കണം. നിനക്കറിയത്തില്ല എൻ്റെ അമ്മ ചെയ്തതൊക്കെ എന്നോട് അവളോട് പോയി പറഞ്ഞേക്കരുത്. കൊച്ചുങ്ങൾ അന്നേരം ചെന്ന് പറയാൻ, തള്ളേ നീ വെള്ളം കുടിക്കാതെ ആകും. കൊച്ചുങ്ങളോട് ആവശ്യമില്ലാത്തൊന്നും പറഞ്ഞു കൊടുക്കരുത്. ഗുണമുള്ള കാര്യം കൊച്ചുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പൊ ആറാം കൊച്ചുമക്കളെയൊക്കെ വിളിച്ചിരുത്തി കഥനകഥ പറഞ്ഞു. അപ്പൊ ആറാം ഇങ്ങനെ പറഞ്ഞെന്നാ പറയുന്നത്, മക്കളെ അപ്പച്ചനൊരു കാര്യം പറയാം. കൊച്ചുമക്കളോട് എടേ കഥ പറയാ, ഇങ്ങോട്ട് നോക്കാൻ. അപ്പൊ കൊച്ചുമക്കളോട് ആദാം പറഞ്ഞു കൊടുത്ത്, മക്കളെ നിങ്ങൾ ദൈവത്തോടു കൂടെ നടക്കണം കേട്ടോ. ആദാം പറഞ്ഞു കൊടുക്കുക. അപ്പൊ കൊച്ചുങ്ങൾ ശ്രദ്ധയോട് എന്നിട്ട് ദൈവത്തോടു കൂടെ നടക്കണം. ദൈവത്തോടു കൂടെ നടന്നാൽ വിയർപ്പുണ്ടാകുകയില്ല, മുള്ളും പറക്കാരയില്ല, കഷ്ടതയില്ല, മരണമില്ല, ശാപമില്ല, ഭീതിയില്ല, യാതൊരു ഭയവുമില്ല. സ്തോത്രം. സന്തോഷമാണ്, ആനന്ദമാണ്, സുഖമാണ്, ഒന്നിനും ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തോടു കൂടെ നടക്കണമെന്ന് ആദാം കൊച്ചുങ്ങളോട് പറഞ്ഞു കൊടുത്തന്ന കഥ. അപ്പൊ കൊച്ചുങ്ങളിൽ വില്ലന്മാരുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ചെമിട് പോലിരിക്കുന്ന നല്ല വില്ലൻ ടീമുകളാണ്. അപ്പൊ കൊച്ചുങ്ങൾ ഒരുത്തൻ ചോദിച്ചു, അപ്പച്ചൻ ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞു തരുന്നു, നടക്കണം. അപ്പച്ചൻ നടന്നിട്ടുണ്ടോ? കൊച്ചുങ്ങൾ കയറി ചോദിച്ചു, അപ്പച്ചൻ? അന്നേരം ആദാം പറഞ്ഞു, എൻ്റെ മോനെ, ഞാൻ ദൈവത്തോടു കൂടെ നടന്നയാളാണ് ദീർഘനാളുകൾ. അന്ന് ഒരു കുഴപ്പവുമില്ലായിരുന്നു.
കുടിക്കാനുണ്ട്, കഴിക്കാനുണ്ട്. കാരണം ഇഷ്ടം പോലെ ഫലമൂലാദികൾ നിറഞ്ഞ നല്ല തോട്ടം നനയ്ക്കാൻ ഒരു നദി ഏത് നിന്ന് പുറപ്പെട്ടു, 4 ശാഖ. കുടിക്കാനും കുളിക്കാനും ആവശ്യത്തിന് വെള്ളം. കഴിക്കാനാണെങ്കിൽ ഇന്ന് ഓറഞ്ച്, പിറ്റേന്ന് ആപ്പിള്, പിന്നെ പൈനാപ്പിള്, പിറ്റേന്ന് ചെറി, പിന്നെ ഗൂസ്ബെറി, പിന്നെ എന്തുവാ ആപ്പിള്, അത് ഞാൻ പറഞ്ഞതാ. പിന്നെ മത്തങ്ങ, അവന് മത്തങ്ങ ഇഷ്ടം. പിന്നെ പറയണ ഓറഞ്ച്, പിന്നെ ബനാന. ഇംഗ്ലീഷ് പറഞ്ഞ് എന്നെ പേടിപ്പിക്കുക. ആട്ടെ, അല്ല കൊച്ചുങ്ങൾ ശ്രദ്ധിക്കണം, ഇതൊക്കെ അറിയണം. നീ തണ്ണിമത്തനാണോ? ആട്ടെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതെല്ലാം ഇഷ്ടം പോലെ ഫലമൂലാദികൾ. എൻ്റെ മക്കളെ, അപ്പച്ചനും അമ്മച്ചിയൊക്കെ ഇത് കഴിച്ചും കുടിച്ചും ഷുഗർ ഇല്ല, പ്രഷർ ഇല്ല, കൊളസ്ട്രോൾ ഇല്ല, അസ്ഥിക്ക് തേയ്മാനമില്ല, കിഡ്നിക്ക് പ്രോബ്ലം ഇല്ല, ഹാർട്ടിന് ബ്ലോക്ക് ഇല്ല. ആണെന്ന്, ഞരമ്പ് പൊട്ടുന്നില്ല, പ്രഷർ കൂടുന്നുമില്ല, താഴുന്നുമില്ല, നോർമലാ. എന്നാ സുഖമായിരുന്നെന്നറിയാമോ? പക്ഷെ എൻ്റെ കുഞ്ഞുങ്ങളെ ഒരു കാര്യം പറയാം. വഞ്ചകനാകുന്ന പിശാച് അപ്പച്ചനില്ലാത്ത നേരത്ത് ഈ വല്യമ്മച്ചിടരൊക്കെ വന്ന് അമ്മച്ചിയെ ചതിച്ച് വശീകരിച്ച് വഞ്ചിച്ച് വിലക്കപ്പെട്ട കനി പറിച്ചു തിന്നു. വൈകുന്നേരം വന്നപ്പോ എനിക്കും തന്നു, തിന്നാതിരിക്കാൻ പറ്റുമോ? ഞാനും തിന്നു. അന്ന് മുതൽ അത് ഈ കാണുന്ന മുള്ളു കണ്ടോ അന്നുണ്ടായതാ. ഈ പറക്കാര കണ്ടോ അന്ന് തുടങ്ങിയതാ. അപ്പച്ചൻ വെട്ട് വിയർക്കുന്ന കണ്ടോ, വിയർപ്പ് അന്ന് തുടങ്ങിയതാ. ഇപ്പത്തെ ഒരു പട്ടിയോ പൂച്ചയോ വന്നാൽ നമുക്ക് പേടിയല്ലേ? പണ്ട് ആനയും പുലിയും കരടിയൊക്കെ എൻ്റെ അടുക്ക ദൈവം വരുത്തി ഞാനത് അഴുകി പേരിട്ട് വിട്ടത്, ആന പറഞ്ഞു വിട്ടതാ. ഇങ്ങനെ അധികാരവും ആമൻ സ്തോത്രം, പ്രത്യാശയും തേജസ്സും. ഇപ്പത്തെ നിങ്ങളുടെ വല്യമ്മച്ചിക്ക് എത്ര തുണി മേടിച്ചു കൊടുത്തിട്ട് ബോധിക്കുന്നില്ല. തള്ള പറയുന്നത് ഇനി നമുക്ക് എറണാകുളത്ത് പോയി തുണി എടുക്കണം, ഒക്കുന്നെങ്കിൽ നമുക്ക് തമിഴ്നാട്ടിൽ പോയി അവിടെ ഒരു തുണിക്കടയുണ്ടല്ലോ വലുത്, അമ്മച്ചിക്കോ എത്ര തുണി മേടിച്ചു കൊടുത്തിട്ട് ബോധിക്കുന്നില്ല. കാരണം നേരത്തെ തേജസ്സിന്റെ വസ്ത്രമായിരുന്നു, ദൈവത്തോടു കൂടെ നടന്നപ്പം. ഇപ്പോൾ ഉള്ള തുണിക്കടയിലെ തുണി മുഴുവൻ കൊടുത്തിട്ടും ബോധിക്കുന്നില്ല. ഇല്ലില്ല. ഇനി വേറെ ഉണ്ടോന്നാ? പണ്ടൊരുത്തനോട് തുണി എടുത്ത സെയിൽസ്മാൻ കുഴഞ്ഞെടുത്തെടുത്ത് അവൻ ഊപ്പ രാവിലെ തള്ള ഉരുണ്ട് കയറിയത് അതിനകത്ത് ഇറങ്ങി വരികയില്ല. അവന് കടയടച്ച് വെച്ച് പോകണം. ഇനിയുണ്ടോ? അവൻ പറഞ്ഞു ഇനി എൻ്റെ മുണ്ട ഇത് കാണിക്കത്തുമില്ല, തരികയില്ലെന്ന് പറഞ്ഞു. അവൻ കുഴഞ്ഞ് വലായെ കൊണ്ട് എത്ര കൊടുത്തിട്ടും തൃപ്തി വരുന്നില്ല. അപ്പൊ ആനാ പറഞ്ഞു, മോനെ, ആമ ഏതൻ തോട്ടത്ത് ഞാനും വല്യമ്മച്ചിയും ദൈവത്തോടു കൂടെ നടന്നപ്പോൾ ആമ ഈ വിധത്തിലുള്ള ഒരു ബുദ്ധിമുട്ടും ഒരു ക്ലേശവുമില്ല. അതുകൊണ്ട് ഒരു കാര്യം പറയാ, വിലക്കപ്പെട്ട കനി ഭക്ഷിച്ച് ഞങ്ങൾ പാപം ചെയ്ത് ഞങ്ങളെ ഇറക്കി വിട്ട അന്ന് മുതൽ കഷ്ടതയും ഭീതിയും മരണവും ദുഃഖവും ദുരിതവും. അതുകൊണ്ട് നിങ്ങളോടൊരു കാര്യം പറയാ, നിങ്ങൾ ദൈവത്തോട് കൂടെ നടക്കണം. എന്റെ ഭാഷ പറഞ്ഞ കൊച്ചുമക്കൾ എല്ലാവരും ഏറ്റെടുത്തില്ല, ഹാനോക്ക് ഏറ്റെടുത്തു. ഹാനോക്കൊരു തീരുമാനമെടുത്തു, ഇവരാരും നടന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ ദൈവത്തോട് കൂടെ നടക്കും. ഈ മഹായോഗത്തിൽ സംബന്ധിച്ച് കേൾക്കുന്ന എല്ലാവരോടും പറയാ, ഈ ദുഷ്ടലോകത്തിൽ, പാപലോകത്തിൽ, അക്രമമുള്ള, അനീതിയുള്ള, വഞ്ചനയുള്ള ഈ ലോകത്തിൽ നീ ദൈവത്തോട് കൂടെ നടക്കണം. നീ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. നീ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. നീ അഭിഷേകം പ്രാപിക്കണം. നീ തിരുമേശ എടുക്കണം. നീ കൂട്ടായ്മ ആചരിക്കണം. നീ പ്രാർത്ഥന കഴിക്കണം. നീ അപ്പോസ്തലിക ഉപദേശത്തിൽ നിൽക്കണം. നീ വേർപാട് ആചരിക്കണം. അവരെ ചേർക്കാൻ യേശു വീണ്ടും വരും. തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരുടെ രക്ഷയ്ക്ക് അവിടുന്ന് പ്രത്യക്ഷപ്പെടാൻ പോകുക. അല്പസമയങ്ങൾ എല്ലാവരും ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഞാൻ ചില കാര്യം കൂടെ പറയണമെന്നുണ്ടെങ്കിൽ ഇന്ന് അങ്ങ് നിർത്തുക. എല്ലാവരും അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇതുവരെ സഹകരിച്ച ദൈവമക്കൾക്കും ദേശനിവാസികൾക്കെല്ലാം നന്ദി, നന്ദി, നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അല്പസമയങ്ങൾ എല്ലാവരും ദൈവത്തിന് മഹത്വം കൊടുക്കുക. ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ, ദൈവത്തോട് കൂടെ നടക്കുവാൻ. മറ്റൊരുവൻ നടക്കുന്ന നമ്മുടെ വിഷയമല്ല. ഹാനോക്കിനെ പോലെ നമുക്ക് കർത്താവിനോട് കൂടെ നടക്കാം. അവൻ എന്നോട് പറ്റിയിരിക്കുക, ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്റെ നാമത്തെ അറിയുക, ഞാൻ അവനെ ഉയർത്തും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും. ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ദീർഘായുസ് കൊണ്ട് ഞാൻ അവനെ തൃപ്തി വരുത്തും. എന്റെ രക്ഷയെ അവനെ കാണിച്ചു കൊടുക്കും. നിന്നെ സൂക്ഷിക്കുന്ന, പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്. 1000 വിശുദ്ധന്മാരുമായി യേശു വരാൻ പോകുക. കരമുയർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കുക.
ആ പടയ പാട്ടിന്റെ 2 ചരണങ്ങൾ കൈകളടിച്ച് പാടാ. ഇരുന്നോണ്ട് പാടിയാ മതി, എഴുന്നേറ്റ് പാടണ്ട. എഴുന്നേക്കാന്ന് പറഞ്ഞാൽ ഇറങ്ങി പോയാൽ എന്നെ അടുക്കും. ഏതായാലും ഇതുവരെ സഹകരിച്ചല്ലോ. 2 മിനിറ്റ് കൂടി ഇരുന്നു. സ്റ്റേജിലുള്ളവർ എഴുന്നേറ്റു, നിങ്ങൾ അവിടെ ഇരിക്കേ. സ്തോത്രം. കൈയടിച്ച് 2 ശീല് പാടിയാ മതി. അമ്മ ഏതായാലും സഹിച്ചില്ലേ അമ്മേ? സ്തോത്രം. ഇനി വിചാരിച്ചില്ലെങ്കിൽ ഇവിടെ യോഗം ഇല്ലല്ലോ. അപ്പൊ 2 ശീല് പാട്. ആ കർത്താവ് വരാറായി. പ്രൈസ് ദി ലോർഡ്. ചേർന്ന് കൈകളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഒരിക്കൽ കൂടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഒരിക്കൽ കൂടി ദൈവത്തെ മഹത്വപ്പെടാം. ആ മണ്ണിൽ മൗനമുറങ്ങും തന്റെ വിശുദ്ധ എല്ലാ നിമിഷ മണ്ണിൽ മൗനമുറങ്ങും തന്റെ വിശുദ്ധ എല്ലാ നിമിഷ കാകല തോന്നിയെങ്കിൽ തോന്നിയെങ്കിൽ കാകല തോന്നിയെങ്കിൽ ഉയർത്തിടും തിരുമുഖം. ഓ ജനജനെ ഉയർത്തിടും തിരുമുഖം. ഞാൻ വരലേ നിന്നെ കാണാൻ. ഓ എനിക്കധികം കൈയടിച്ച് ചേർന്ന് വരലേ നിന്നെ കാണാൻ. ഓ എനിക്കധികം കൊതി ഉണ്ട്. വരലേ നിൻമുഖം. വരലേ നിൻമുഖം. വരലേ നിൻമുഖം. ഇതുവരെ സഹകരിച്ച എല്ലാ ദൈവമക്കൾക്കും കർത്തദാസന്മാർക്കും നന്ദി. ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. നാളെ ഇങ്ങനെ ഒരു യോഗം വിടില്ലല്ലോ. സഹകരിച്ച എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. കരങ്ങൾ ഉയർത്തി പാടിയാട്ടെ. ഇന്നും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൽ കൂടെ പാർക്കും. കരമുയർത്തി ഇന്നും എന്നേക്കും ക്രിസ്തുവിൽ കൂടെ. ജനമേ, യഹോവ നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. കരമുയർത്തി ഹല്ലേലൂയ പാടാം. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാം. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാം. ഇരിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ശുശ്രൂഷയ്ക്ക് എന്നെ ക്ഷണിച്ച ഈ ടീമിലെ ചുമതലപ്പെട്ടവർക്കും സഹകരിച്ച എല്ലാ കർത്തദാസന്മാർക്കും നന്ദി. അനേക ദൈവമക്കളുടെ പ്രാർത്ഥന കൊണ്ടും ദൈവത്തിന്റെ കൃപ കൊണ്ടും ഇതുവരെ നിന്നു. നിങ്ങളുടെ എല്ലാം വിലപ്പെട്ട പ്രാർത്ഥന വീണ്ടും വീണ്ടും അപേക്ഷിക്കുന്നു. അമ്മയെ പ്രാർത്ഥിക്കണേ. ഓർക്കും എന്റെ പേരറിയാവോ? പ്രാർത്ഥിക്കണേ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയാ ദൈവം നിർത്തിയിരിക്കുന്നത്. എല്ലാവരുടെയും പ്രാർത്ഥന അപേക്ഷിക്കുന്നു. ദൈവം അനുഗ്രഹിക്കും.